3000 രൂപ EMI അടയ്ക്കണം, 3000 രൂപ ചിലവിന്, 1000 രൂപ എൻ്റർടൈൻമെൻറ്റ്. ഇപ്പോൾ അവരുടെ ഒരു പേപ്പർ കൊടുത്തിട്ട് ഈ 5 ലക്ഷം ചിലവായത് എങ്ങനെ എഴുതാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ 3-4 പ്രാവശ്യം എഴുതി കഴിയുമ്പോൾ ഒന്നും എഴുതാനില്ല. നമ്മൾ വീട്ടിൽ നിന്ന് 25 വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്താണ്. 60 വയസ്സ് കഴിഞ്ഞ ആൾ ചെയ്യേണ്ട ഒരേ ഒരു മാർഗ്ഗം അവർക്ക് മന്ത്ലി ഇൻഫ്ലോ കിട്ടേണ്ട പൈസ ഫിക്സഡ് ഡിപ്പോസിറ്റായിട്ട് തന്നെ. സപ്പോസ് ഒരു 90 വയസ്സ് വരെ ജീവിച്ചിരുന്നാലും പേരൻസ് ഒക്കെ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിറ്റോസ് എന്ത് ചെയ്തു, ഇടിച്ച് നിരത്തി അപ്പം തന്നെ വിറ്റ് കാശ് കൊടുക്കും. സ്വന്തമായിട്ട് അധ്വാനിച്ച് പൈസ ഉണ്ടാക്കുന്ന കോൺസെപ്റ്റ് വേണം നമ്മൾ. പുള്ളിക്ക് അത് മതി എന്നാണ് പറയുന്നത്. 6 മണി 10 മണിക്ക് വരും, 6 മണിക്ക് പോകും. അതേ ആള് വേറെ ജോലിക്ക് അവിടെ അടുത്ത് പോയി കഴിഞ്ഞാൽ 1000-1200 രൂപ കിട്ടും. നമസ്കാരം. ഇന്ന് ലോൺ കോച്ചിലൊരു സ്പെഷ്യൽ അതിഥിയാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഏത് പ്രായക്കാർക്കും ഏത് പ്രായക്കാരും നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, എവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നൊക്കെ നമുക്ക് ഏത് പ്രായക്കാരും ആഗ്രഹിക്കാറുണ്ട്. അതിനെപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് ഈ ഏരിയയിൽ, അതായത് ഈ ഒരു മേഖലയിൽ വളരെ നിറസാന്നിധ്യമായി നിൽക്കുന്ന ജോൺ സി ജേക്കബ് സാറാണ്. തിരുക്കൊച്ചി ഫിനാൻഷ്യൽ സർവീസസിൻ്റെ മാനേജർ ഡയറക്ടറാണ്. അദ്ദേഹത്തിനെ ലോൺ കോച്ചിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാറേ, ഞാൻ ഇൻ്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ സാറിനെ പറ്റി എന്ത് ചോദിക്കുമെന്ന് വെച്ചാൽ ആലോചിച്ചിരിക്കുകയായിരുന്നു. പെട്ടെന്ന് എനിക്ക് തോന്നിയൊരു കാര്യം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ആൾക്കാർ, നമ്മുടെ ജനങ്ങൾ ഭയങ്കര ആശങ്കാകുലരാണ്. കാരണം എവിടെ ഇൻവെസ്റ്റ് ചെയ്യും? നമ്മൾ ഈ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ, ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഒക്കെ വളരെ മോശമാണ്. ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുമോ, മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമോ, ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യുമോ? സത്യത്തിൽ സാർ ഒരു ഫിനാൻഷ്യൽ പ്ലാനറാണ്, അല്ലെങ്കിൽ ഒരു വെൽത്ത് മാനേജ് കൺസൾട്ടൻ്റാണ്. സാറിൻ്റെ ഉപദേശത്തിൽ ഇന്ന് ജനങ്ങൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം ശരിക്കും പറഞ്ഞാൽ? താങ്ക് യു വെരി മച്ച്. എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ള രണ്ടാമത്തെ കാര്യമാണ്. അതൊരു ഏജ് ബേസ്ഡ് ഗോളായിട്ട് സെറ്റ് ചെയ്ത് ചെയ്യുക എന്നുള്ളതാണ്. ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആകെ 4 പ്രൊഡക്ട്സുകളേ ഉള്ളൂ. ഒന്ന് ഫിക്സഡ് ഡിപ്പോസിറ്റ്, എല്ലാ മലയാളിക്കും അറിയാം. 2 ഗോൾഡ്, അതെല്ലാം മലയാളിക്കും അറിയാം. 3-മത്തെ റിയൽ എസ്റ്റേറ്റ്, അതും മലയാളിക്ക് അറിയാം. 4-മത്തെ പ്രൊഡക്റ്റാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. ഇക്വിറ്റിയിൽ വകഭേദങ്ങളുണ്ട്. എല്ലാ സ്കീമിനും പല പല വകഭേദങ്ങളുണ്ട്. അപ്പോൾ ഏജ് വെച്ചിട്ട് അതിനെ സെറ്റ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് ചെയ്യേണ്ടത്. നമ്മൾ സാധാരണ ചെയ്യുന്നത് വെച്ചാൽ മലയാളികളുടെ പ്രത്യേകത, ഞാൻ 25 കൊല്ലമായിട്ട് ഈ ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് കറക്റ്റ് മലയാളികളുടെ പ്രത്യേകതകൾ അറിയാം. ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിൽ മാത്രമേ അവർ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. ഒന്നിൽ ലാൻഡിൽ, അല്ലെങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റിൽ, അല്ലെങ്കിൽ ഗോൾഡിൽ. അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഈ 4 അസറ്റ് ക്ലാസ്സിലും നമ്മുടെ ഏജ് വെച്ചിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ മതി. അത് ഏത് ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ വന്നാലും, യുദ്ധം വന്നാലും, ക്രൂഡിൻ്റെ വില കൂടിയാലും, ഇൻഫ്ലേഷൻ കൂടിയാലും, റുപ്പി ഡിപ്രീസിയേറ്റ് ചെയ്താലും ഇതൊന്നും നമ്മളെ ബാധിക്കുകയില്ല. കാരണം വെച്ചാൽ എല്ലാ കാലത്തും ഈ 4 അസറ്റ് ക്ലാസ്സിൽ 2 അസറ്റ് ക്ലാസ് മേളിലും 2 അസറ്റ് ക്ലാസ് താഴെയായിരിക്കും. അങ്ങനെയുണ്ടോ? അങ്ങനെയാണ്. അതായത് നമ്മളിപ്പം ഗോൾഡിൻ്റെ റേറ്റ് കൂടി കഴിഞ്ഞാൽ ഇക്വിറ്റിയുടെ റേറ്റ് ചിലപ്പോൾ കുറയും. ഇക്വിറ്റിയുടെ പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഗോൾഡിൻ്റെ പ്രൈസ് കൂടും. അതൊരു ബാലൻസിങ് രീതിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രം ചെയ്താൽ മതി. നമ്മൾ ഒന്നിൻ്റെയും പുറകെ പോകരുത്. നമ്മൾ ചെയ്യരുതാത്ത കാര്യങ്ങൾ ആദ്യം ചെയ്യണം. അതായത് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് ലീഗലി അലൗഡ് ആയിട്ടുള്ള കാര്യമല്ല. ചെയ്യാം, പക്ഷെ റിസർവ് ബാങ്ക് പോലും അപ്രൂവ് ചെയ്തിട്ടില്ല. അതിൻ്റെ ടാക്സ് കൂട്ടി വെച്ചിരിക്കുകയാണ്. പിന്നെ അടുത്ത ചെയ്യരുതാത്തൊരു കാര്യമാണ് ഇൻട്രാഡേ. ഈ 2 കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യാതിരിക്കുക. പക്ഷേ ഇതൊക്കെ ചെയ്തിട്ട് ആൾക്കാർ പൈസ ഉണ്ടാക്കുന്നു പറയുന്നു, വളരെ ഇതായിട്ട് പറയുന്നു. ഞങ്ങൾ അങ്ങനെ ആരെങ്കിലും പറയുന്ന സാറിനോട് പറയുകയാണെങ്കിൽ അവരോട് സാർ എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ, ഇഷ്ടംപോലെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ പരസ്യങ്ങൾ വരുന്നത്, അവരോട് അവരുടെ കഴിഞ്ഞ വർഷത്തെ പേഴ്സണൽ ബാലൻസ് ഷീറ്റ് മേടിച്ചിട്ട് ഈ ട്രേഡ് ചെയ്തുണ്ടാക്കി ഇൻകം എത്രയാണെന്ന് ചോദിക്കുക. മൈനസായിരിക്കും. ഞാൻ പറയുന്നതല്ല, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഫൈനാൻസ് മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നതാണ്. 98% ആളുകൾ ഇൻട്രാഡേ ചെയ്ത് പൈസ നഷ്ടപ്പെടുത്തുകയാണ്. ഇതൊരു പ്രത്യേക രീതിയിലുള്ള അസുഖമാണ് ഇൻട്രാഡേ എന്ന് പറയുന്നത്. ഒരിക്കലും ചെയ്യരുത്. ഓക്കെ. അതുപോലെ തന്നെ ഇൻട്രാഡേ എന്ന് പറയുമ്പോൾ തന്നെ മറ്റുള്ള ഇതുണ്ടല്ലോ, ഓപ്ഷനും ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് അത് സാധാരണ ആൾക്കുള്ളതല്ലത്. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 ദിവസം പൈസ കിട്ടും, 3-മത്തെ പൈസ മുഴുവൻ പോകും. ഞാൻ പറയുന്നതല്ല, ഗവൺമെന്റ് പറയുന്ന. അതൊരു തരം നമ്മൾ പറയില്ലേ, എന്തിനോടുള്ള ആവേശം പോലെയാണ് ആ സംഭവം. ഒരിക്കലും ചെയ്യാതിരുന്നാൽ മതി. അല്ല, ഞാനത് ചോദിക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ജനങ്ങളിൽ ഇപ്പോൾ ഈ പ്രത്യേക ഈ ഒരു ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ അറിയാതെ കീശ കയ്യിലേക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്നിപ്പോൾ 6 മാസം മുമ്പ് ഒരു ചായക്ക് 10 രൂപ വാങ്ങി കൊടുത്ത് 15 രൂപയാണ് വാങ്ങുന്നത്. എന്ന് വെച്ചാൽ ഏകദേശം 50% കൂടി. അപ്പോൾ ജനങ്ങളുടെ കയ്യിൽ കിട്ടിയ ശമ്പളത്തിൻ്റെ പരിധി കൂടിയിട്ടുമില്ല. അപ്പോൾ അറിയാതെ നമ്മുടെ കീശ കാലിയാവുന്നുണ്ട്. അപ്പോൾ ഈ കുറച്ച് പൈസ വെച്ചിട്ട്, ചിലപ്പോൾ ഇനി പൈസ പണ്ട് അവന് ബാക്കി വയ്ക്കാനായിട്ട് 20,000 ഉണ്ടായിരുന്നു കൊടുത്ത് ഇനി ചിലപ്പോൾ 5,000 പോലും ഉണ്ടാവില്ല. ഈ ഒരു സാഹചര്യത്തിൽ ആണ് ഏതിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് സാറിൻ്റെ ഉപദേശം? ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് നമുക്ക് ഒരു മെത്തേഡ്, സിമ്പിൾ മെത്തേഡ് ഉണ്ട്. നമുക്കൊരു 10,000 രൂപ കയ്യിലുണ്ടെങ്കിൽ 3,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യണം.
3000 രൂപ EMI അടയ്ക്കണം, 3000 രൂപ ചിലവിന്, 1000 രൂപ എൻ്റർടൈൻമെൻറ്റ്. ഇതാണ് അതിൻ്റെ കോൺസെപ്റ്റ്. അപ്പം ആ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഈ 3000 രൂപയിൽ നിങ്ങൾ FD ഇടണം, ഗോൾഡ് ഇടണം, ഇക്വിറ്റി ഇടണം. എന്തുകൊണ്ടാണ് ഇക്വിറ്റി പറഞ്ഞത്? ഇതേ സംഭവം കൊണ്ടാണ്. നമ്മുടെ ഇൻഫ്ലേഷൻ കൂടുതലാണ്. ചായക്ക് 10 രൂപയാണ്, ഇപ്പോൾ 15 രൂപയായി. ചായക്കടി എക്സാമ്പിളാണ് മത്തിക്ക്. 10 കൊല്ലം മത്തിക്ക് 30 രൂപയായിരുന്നു, ഇപ്പോൾ 300 രൂപയാണ്. അപ്പോൾ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന ഒരേ ഒരു പ്രോഡക്റ്റ് ഇന്ത്യയിൽ അവൈലബിൾ ഉള്ളൂ, ലോകത്തിൽ അവൈലബിൾ ഉള്ളൂ. അത് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ്സിലും 2 വകഭേദങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് നേരിട്ട് കമ്പനിയുടെ ഷെയറുകൾ വാങ്ങിക്കാം. അപ്പോൾ അറിവും കഴിവും സമയം ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഡയറക്റ്റ് ഷെയർ മേടിക്കുന്നു. ഇപ്പോൾ SBI, HDFC, ICC പോലുള്ള വലിയ വലിയ കമ്പനിയുടെ ഷെയർ നമുക്ക് വാങ്ങിക്കാം, ഒരു ഷെയറായിട്ട് വാങ്ങിക്കാം. അത് സാറ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വരുമ്പോൾ നമ്മളൊരു ലോങ് ടൈം ഹോൾഡ് ചെയ്യണമെന്നാണോ, അല്ലെങ്കിൽ നമ്മൾ ഒരു 10%, 20% കൂടുമ്പോൾ വിൽക്കണമെന്നാണോ സാറിൻ്റെ ഒരു സജഷൻ? അത് ലോങ് ടൈം ഹോൾഡ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് അല്ല ഇവിടെ. നമ്മുടെ വന്ന് ഗോൾ സെറ്റ് ചെയ്യുക. ഇപ്പോൾ സാറിൻ്റെ ഏജ് 50 ആണെങ്കിൽ സാർ 60 വയസ്സ് റിട്ടയർഡ് ആകണം, എനിക്ക് ഇത്ര രൂപ വേണം. ആ എമൗണ്ട് എത്തിക്കഴിഞ്ഞാൽ പൈസ വിഡ്രോ ചെയ്യുക. ഈ ലോങ് ടേം എന്തിനാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഈ പ്രൊഡക്റ്റിൽ റിസ്ക് ഇൻവോൾവ് ആണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഒരു വർഷം മുമ്പ് ഇൻഡെക്സ് നിന്നത് 85,000 പോയിന്റിലാണ്, ഇപ്പോൾ 74,000. സോ ഫോർ എക്സാമ്പിൾ, ഒരു കൊല്ലം മുമ്പ് 1 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്ത ഒരാളുടെ പൈസ ഇന്ന് 90 ലക്ഷം രൂപയുള്ളൂ. ഓക്കെ, 10 ലക്ഷം രൂപ പേപ്പർ ലോസ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളെപ്പോലുള്ള ഏജന്റുമാരും പറയുന്നത്, വെൽത്ത് മാനേജറും പറയുന്നത്, ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ് എന്നത് 7 years പ്ലസ് ആയിരിക്കണം. നോർമലി കഴിഞ്ഞ 40 വർഷമായിട്ട് 35 years ആയിട്ട് ആവറേജ് റിട്ടേൺ 17 to 18% ഉണ്ട്. അപ്പോൾ പല കാലഘട്ടങ്ങളിലും ഈ പൈസ ഇട്ടതിൽ കുറവായിരിക്കും. അപ്പോൾ സാധാരണ ഈ പ്രൊഡക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്ന വ്യക്തി ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ 60 മാസത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു ഐഡിയ വെച്ച് കഴിഞ്ഞാൽ 59 മാസം ചിലപ്പോൾ മൈനസ് ആയിരിക്കും. 60ാമത്തെ മാസം ഡബിൾ ആകും. അല്ല, എനിക്കൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ പണ്ടൊക്കെ അത് നമ്മൾ യൂലിപ്പ് എന്നൊക്കെ പറഞ്ഞ പരിപാടി ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ നമ്മൾ ബജാജിൻ്റെ യൂലിപ്പായിരുന്നു. അത് 30,000 ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ 24,000 പെട്ടെന്ന് ക്ലോസ് ചെയ്ത് ഇനി പോകണ്ടല്ലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ ആ പൈസ ഇന്ന് സാർ 20 വർഷം മുമ്പ് ഇട്ടിരുന്ന ഇന്ന് ഈ 30,000 രൂപ വർഷം ഇട്ടിരുന്നെങ്കിൽ ഇപ്പോൾ ഇറ്റ് ഷുഡ് ബി 20-25 lakhs റുപ്പീസ്. അതാണ് നമുക്ക് പറ്റുന്നൊരു അബദ്ധം. നമ്മൾ വില കുറയുമ്പോൾ നമ്മൾ വിറ്റ് കളയും, പിന്നെ വില കൂടും, വീണ്ടും വാങ്ങിക്കും. ഓക്കെ. അപ്പം നമ്മൾ അസറ്റ് അലോക്കേഷൻ ചെയ്താൽ മതി. അതിന് നമ്മൾ ഫൈനാൻഷ്യൽ കൺസൾട്ടൻറ്റിനെ, ഫൈനാൻഷ്യൽ പ്രൊവൈഡറിനെ മീറ്റ് ചെയ്ത് നമ്മുടെ ആവശ്യങ്ങൾ അവരോട് പറയുക, അവരത് സെറ്റ് ചെയ്ത് തരും. ഇത് പ്രശ്നം എന്ന് വെച്ചാൽ, ഞാൻ മിടുക്കനാന്ന് പറഞ്ഞ് ആരോടും ചോദിക്കാൻ ഒരു മടിയാണ്. അങ്ങനെ പറ്റി പറയാം. നമുക്കൊരു അസുഖം വന്ന ഡോക്ടറെ കാണുന്നവർ തന്നെ എൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി നമ്മളൊരു വിദഗ്ധനെടുക്കുക പോയിട്ട് അത് പറയുക, അവരത് സെറ്റാക്കി തരും. അത് പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, പല ആൾക്കാരും അത് വിമുഖതയാണ് കാണിക്കുക. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനർ കാണാനോ അല്ലെങ്കിൽ ഒരു വെൽത്ത് മാനേജ്മെൻറ്റ് കൺസൾട്ടൻ കാണാനോ വളരെ മടിയാണ്. ഇപ്പം ഞാൻ കണ്ടുവരുന്ന ആൾക്കാരിൽ ബിസിനസ്സുകാരിലാണ് കൂടുതലും, പിന്നെ അധികം ജോലിക്കാരും അവർ കൂടുതലും ഈ ഇൻഷുറൻസ് വേണം, ഇൻഷുറൻസ് അധികമായിട്ട് അവരെടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ടാവും. ഇൻഷുറൻസ് എന്ന് പറയുന്നത് സാധാരണ ഇൻഷുറൻസ് കൊടുക്കുന്ന ഒരു പർട്ടിക്കുലർ സ്ഥലത്തു നിന്നാണ് ഇൻഷുറൻസ് കൂടുതൽ ആളുകൾക്ക് കിട്ടുന്നത്. അവർക്കത് എടുക്കാതിരിക്കാനും പറ്റത്തില്ല. സ്ഥാപനത്തെ പേര് ഞാൻ പറയുന്നില്ല, അവിടെ ചെന്നാലാണ് ഇൻഷുറൻസ് കൂടുതൽ കിട്ടുന്നത്. സംഭവം ഇൻഷുറൻസ് ഒന്നും ഒരു പ്രോഡക്റ്റും ഇന്ത്യയിൽ ഇന്ന് ഇറങ്ങിയിരിക്കുന്നത് IRDO, RBO, SEBI അപ്രൂവ് ചെയ്തിട്ടാണ് ഈ പ്രൊഡക്ട്സുകളെല്ലാം വരുന്നത്. ഒരു പ്രോഡക്റ്റും മോശമല്ല. അത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ, ഒരു ഇൻഷുറൻസ് പ്രോഡക്റ്റ് എന്ന ട്രഡീഷണൽ പ്ലാൻ, പണ്ട് നമ്മൾ LIC പോളിസി എന്ന് പറയില്ലേ, 5.5% പലിശ കിട്ടുള്ളൂ. അത് മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. യുലിപ്പ് എന്ന് പറയുന്നത് 2.5% ഇക്വിറ്റി പോലെ തന്നെ പ്ലസ് ആൻഡ് മൈനസ് ആകും. എന്തുകൊണ്ടാണ് ഈ ട്രഡീഷണൽ പ്ലാൻ വിൽക്കുന്നതെന്ന് ചോദിച്ചാൽ സിമ്പിൾ ലോജിക്ക്, അതിനൊരു 50-60% കമ്മീഷൻ കിട്ടും. ഒരു 10 ലക്ഷം രൂപ ഒരു പോളിസി എടുത്തു കഴിഞ്ഞാൽ ആ ഏജൻറ്റിന് ഒരു 3 lakhs to 5 lakhs റുപ്പീസ് ഫസ്റ്റ് പ്രീമിയം കിട്ടും. അതുകൊണ്ടാണ് ആ പ്രൊഡക്റ്റ് പുഷ് ചെയ്യുന്നത്. ആ പ്രൊഡക്റ്റ് മോശമല്ല, ബെറ്റർ ദാൻ ബാങ്ക് FD. പക്ഷെ അത് ഇവിടെ കണ്ടുവരുന്ന പ്രവണത എന്ന് പറയുന്നത് വേറെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്സും ഇല്ല, ഇത് മാത്രമേ ഉള്ളൂ. ഈ 5% സാറിന് ചായയുടെ കാര്യം പറഞ്ഞല്ലോ, ഈ 5% റിട്ടേൺ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കാൻ പറ്റും? ഈ പ്രൊഡക്റ്റ് നല്ലതാണ്. ഈ 30% ടാക്സ് ബ്രാക്കറ്റിലുള്ള ഒരാൾക്ക് 5 ലക്ഷം രൂപയുടെ ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കുന്നത് കുഴപ്പമൊന്നുമില്ല. കാരണം വെച്ചാൽ 5.5% ടാക്സ് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് മോശമല്ല, അതെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യും. ഞാൻ സാറിന് പറഞ്ഞില്ല മീറ്റിങ്ങിന് മുമ്പ്, ഒരു 20 lakhs പ്രീമിയം അടയ്ക്കുന്ന ആളെ എനിക്കറിയാം, 58 വയസ്സ് അദ്ദേഹത്തിന്. അപ്പം അദ്ദേഹത്തിൻ്റെ പൈസ ഇനി അടച്ചു തരുമ്പോൾ അദ്ദേഹത്തിന് വേറെ പൈസയൊന്നുമില്ല. അപ്പം നമുക്കൊരു ബേസിക് കോമൺ സെൻസ് എന്ന് പറയുന്ന സംഭവം ഉണ്ടാക്കിക്കണം. നമുക്കത് പറ്റുമോ ഇല്ലേ എന്നുള്ളതൊക്കെ അന്വേഷിച്ചിട്ട് വേണം ചെയ്യാൻ. എനിക്ക് സാറിന് ചോദിക്കാനുള്ളത്, അത് എല്ലാവർക്കും ഉണ്ടാവും ഇതുപോലത്തെ ഫ്രണ്ട്സ്, പക്ഷേ എനിക്ക് സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റും,
50,000 മന്തിൽ സാലറി കിട്ടുന്ന ഒരു ഫ്രണ്ടുണ്ട്, 5 ലക്ഷം സാലറി കിട്ടുന്ന ഫ്രണ്ടുണ്ട്. പലപ്പോഴും ഈ 5 ലക്ഷം സാലറി കിട്ടുന്ന ഫ്രണ്ട് എപ്പോഴും സ്ട്രഗിളിങ്ങിലാണ്. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സാറും ഇതുപോലെ അത് മിസ്മാനേജ്മെന്റ് ആണ്. അതായത് ഇപ്പോൾ അവരുടെ ഒരു പേപ്പർ കൊടുത്തിട്ട് ഈ 5 ലക്ഷം ചിലവായത് എങ്ങനെ എഴുതാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ 3-4 പ്രാവശ്യം എഴുതി കഴിയുമ്പോൾ ഒന്നും എഴുതാനില്ല. എന്താ സംഭവിക്കുന്നത്, ഈ 5 ലക്ഷം സാലറി ഉള്ള വ്യക്തിക്ക് ഒരു 2-2.5 കോടി രൂപയുടെ ഒരു ഫ്ലാറ്റ് കാണും. അപ്പോൾ 2 ലക്ഷം രൂപ EMI ആവും. മിനിമം ഒരു BMW കാണും, അത് 1 ലക്ഷം രൂപ പ്രീമിയം. അപ്പോൾ അതാണ് പ്രശ്നം. നിനക്ക് പല നിയമങ്ങളുണ്ട്. ഇപ്പോൾ ഒരു BMW കാർ മേടിക്കണമെന്നുണ്ടെങ്കിൽ 5 കോടി രൂപ എൻ്റെ കയ്യിൽ ഫൈനാൻഷ്യൽ അസറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു BMW കാർ വാങ്ങിക്കാൻ പാടുള്ളൂ. പക്ഷെ നേരെ തിരിച്ചാണ്, 5 ലക്ഷം കൈയുള്ളവനാ BMW കാർ മേടിക്കുന്നത്. ഓക്കെ, ഞാൻ സാറിന് പറഞ്ഞ ചോദിക്കാൻ ഉദ്ദേശിച്ച ചോദ്യം സാർ ഉത്തരമായിട്ട് പറഞ്ഞു. അത് ശരിക്കും പറഞ്ഞു അങ്ങനെയാണ്. നമ്മൾ ഈ സ്പെൻഡ് ചെയ്യുമ്പോൾ ഫോർ എക്സാമ്പിൾ കൊച്ചിയിൽ ഒരു ഫ്ലാറ്റ് ഇപ്പോൾ മേടിക്കുന്നത് 10,000 സ്ക്വയർ ഫീറ്റ് വരുന്ന എക്സാമ്പിളെങ്കിൽ നമ്മൾ 3 BHK ഫ്ലാറ്റ് മേടിക്കാൻ നമുക്ക് അടയ്ക്കാൻ പറ്റുമോ എന്ന് ആദ്യം ചിന്തിക്കണ്ടേ. അതിന് 2 BHK മേടിക്കണം, പിന്നെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാമല്ലോ. ഇത് ആളുകൾ എന്താണെന്ന് ചെയ്യുന്നത് വെച്ചാൽ ആദ്യമേ പൈസ നോക്കാതെ ഏറ്റവും ഹയർ എൻഡ് സാധനം മേടിക്കും. അപ്പം നമ്മൾ തന്നെ സാറിനറിയാം, ഒരു കാറിൻ്റെ വില തന്നെ ഒരേ മോഡൽ ഒരേ ഇഞ്ചിനുള്ള കാറിൻ്റെ ടോപ്പ് എൻഡും ലോ വേരിയൻറ്റും തമ്മിൽ 10-15 ലക്ഷം രൂപ ഡിഫറൻസ് ഇല്ലേ. അപ്പോൾ എന്തിനാ ആളുകൾ വന്ന് റൂഫ് ടോപ്പുള്ള വണ്ടി, കേരളത്തിൽ റൂഫ് ടോപ്പ് വണ്ടി ഓടിക്കാൻ പറ്റുമോ? മനസ്സിലായില്ലേ? 10-15 ലക്ഷം രൂപ കൂടുതലാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാത്തതുകൊണ്ടാണ് ഈ പ്രശ്നം. ഞങ്ങളെടുക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ എൻ്റെ ക്ലയൻസിനൊക്കെ പറഞ്ഞ് കാർ മേടിക്കണം എന്നോട് ചോദിക്കണം. ഞാൻ പറയും കാർ മേടിക്കാറായോ? എന്ന് പറയും ബേസിക് കാർ മേടിക്കുന്നതല്ല, എല്ലാവർക്കും കാർ വേണം. എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ എല്ലാ മലയാളിയും കാർ മേടിക്കണം, ബേസിക് ആയിട്ടുള്ള പൈസ അനുസരിച്ച് മേടിക്കണം. അപ്പം അങ്ങനെ പറയുകയാണെങ്കിൽ സാറിൻ്റെ ഒരു അത് ശരിക്കും പറഞ്ഞാൽ ഒരു വിദ്യാഭ്യാസം കഴിഞ്ഞൊരു ആൾ ഏത് സ്റ്റേജിൽ ഇൻവെസ്റ്റ് ചെയ്യണം, ഏത് സ്റ്റേജിൽ അവൻ ലോൺ എടുക്കണം, ഏത് സ്റ്റേജിൽ സെറ്റ്, അങ്ങനെ ഒരു സെഗ്രേഷൻ പറയാൻ പറ്റും. ഒരാൾ നമ്മൾ വീട്ടിൽ നിന്ന് 25 വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്താണ്, അത് ആർക്കും അറിയില്ല. അതായത് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഇല്ലേ, അതിൽ 25 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഗ്രൂപ്പിൽ നിന്ന് പുറത്താണ്. അപ്പോൾ 25 വയസ്സിൽ ആദ്യം ഫസ്റ്റ് ചെയ്യേണ്ടത് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുക. സെക്കൻഡ് ചെയ്യേണ്ടത് നാഷണൽ പെൻഷൻ സ്കീം എന്ന് പറയുന്ന സ്കീമുണ്ട്, അതെടുക്കുക. ഈ 2 പ്രൊഡക്റ്റ് അന്ന് തൊട്ടേ തുടങ്ങുക. 25 വയസ്സ് എന്ന് തുടങ്ങുന്നത് നാഷണൽ പെൻഷൻ സ്കീമാണ് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ഫൈനാൻഷ്യൽ പ്രൊഡക്ട്സ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ പറയുന്ന മ്യൂച്വൽ ഫണ്ട്സും SIPയും SWPയും ഇൻഷുറൻസും. പക്ഷേ നമ്മുടെ കേരളത്തിലെ ആളുകൾ ആരും തന്നെ ഈ NPS എടുക്കുന്നില്ല. NPSന് ഗുണമെന്ന് പറഞ്ഞാൽ അത് ഒരു പ്രാവശ്യം ഇൻവെസ്റ്റ് ചെയ്താൽ 15 വർഷം കഴിഞ്ഞിട്ട് തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇതേ സ്കീം തന്നെയാണ് നമ്മുടെ കേരള ഗവൺമെൻറ് കൊടുക്കുന്ന പെൻഷൻ ആ നാഷണൽ പെൻഷൻ സെയിം പ്രൊഡക്റ്റാണ്. അപ്പോൾ NPS എടുക്കുക, ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക, കിട്ടുന്ന പൈസയുടെ 30% അന്ന് തൊട്ട് സേവ് ചെയ്യുക, അത് ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ അത് എത്ര ഇക്വിറ്റി, എത്ര ഡെറ്റ്, എത്ര ഗോൾഡ് എന്നുള്ളതിനൊക്കെ നമുക്കൊരു റഫ്ലി മാത്തമാറ്റിക്സ് വെക്കാം. ഇപ്പോൾ അദ്ദേഹത്തിന് 100 വയസ്സ് ജീവിച്ചിരിക്കുന്നത് കൂട്ടുക, 25 വയസ്സല്ലേ, അപ്പോൾ 75% നമുക്ക് ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ബാക്കി ഫിക്സഡ് ഡിപ്പോസിറ്റ്. അത് എല്ലാ വർഷവും മൈനസ് ആയിക്കൊണ്ടിരിക്കണം. അടുത്ത വർഷത്തെ 74% ആയിക്കൊള്ളണം, അടുത്ത വർഷത്തെ 73. എന്ന് വെച്ചാൽ ഏജ് കൂടുന്നതോറും റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റി കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ അദ്ദേഹത്തിന് 50 വയസ്സാകുമ്പോൾ 50% ഇക്വിറ്റി, 50% FD. ഇതൊക്കെ ഒരു ഐഡിയ ആണ്, അതങ്ങനെ നോക്കി ചെയ്യുക. ഇപ്പോൾ സാറ് ഇപ്പോൾ 25 വയസ്സുകാരൻ്റെ കാര്യമാണ് പറഞ്ഞത്. നമ്മളുടെ വീഡിയോ കാണുന്ന ആൾക്കാർ പല ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ 50 വയസ്സുകാരനുണ്ടാവും, 60 വയസ്സുകാരനുണ്ടാവും. അവർക്ക് എന്താണ്, അവർക്കൊരു ഇത് 2 ഏജാണ്. നമ്മുടെ ലൈഫിൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 10 വർഷം കിട്ടുള്ളൂ. എൻ്റെ എക്സ്പീരിയൻസ് അതാണ്. ഒന്ന് 40 to 50, 50 to 60, ഈ ടൈം ഫ്രെയിമിൽ 10 വർഷം നമുക്ക് ദൈവം തരും. ആ സമയത്ത് പൈസ ഉണ്ടാക്കിക്കോളൂ. കാരണം ആദ്യത്തെ 10 കാലങ്ങളിലൊക്കെ നമുക്ക് വീട് വാങ്ങിക്കണം, EMI, കാറ്, കുട്ടികളുടെ പഠിത്തമൊക്കെ പോകും. നമ്മളൊരു മെച്യൂരിറ്റി എത്തുന്നത് 40, 50, 60. ആ ഏജിൽ നമുക്കൊരു കോടീശ്വരനാകാനുള്ള ചാൻസ് ഉള്ളൂ. അപ്പോൾ ഈ 60 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം അദ്ദേഹം ചെയ്യേണ്ടത് സീനിയർ സിറ്റിസൺ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ പ്രൊഡക്റ്റ് ഉണ്ട്, അതുകൊണ്ട് 30 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുക. വൈഫിന് 60 കഴിഞ്ഞാൽ വൈഫിന് 30 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുക. അതായത് നമുക്ക് മന്ത്ലി വേണ്ട ഇൻകം ഇല്ലേ, ഹൗസ് ഹോൾഡ് ഡിസ്പെൻസ് പ്ലസ് എമർജൻസി ഫണ്ട്, ഇതെല്ലാം ഫിക്സഡ് ഡിപ്പോസിറ്റ് രൂപത്തിൽ തന്നെ നമ്മൾ മാറ്റി വെക്കണം. അല്ലാതെ നമ്മളതുകൊണ്ട് ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് എല്ലാ മാസവും ഡിവിഡൻഡ് കിട്ടുന്നു അങ്ങനെ ചെയ്യരുത്. 60 വയസ്സ് കഴിഞ്ഞ ആൾ ചെയ്യേണ്ട ഒരേ ഒരു മാർഗ്ഗം, അവർക്ക് മന്ത്ലി ഇൻഫ്ലോ കിട്ടേണ്ട പൈസ ഫിക്സഡ് ഡിപ്പോസിറ്റായിട്ട് തന്നെ കീപ്പ് ചെയ്യുക. ഇഷ്ടംപോലെ പ്രൊഡക്ട്സുകൾ അവൈലബിൾ ആണ്. ഇപ്പം ബാങ്ക് കൊടുക്കുന്ന 7%. സെയിം ടൈം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം കൊടുക്കുന്നത് 8.2 ആണ്. ഓൾമോസ്റ്റ് 1.2% എക്സ്ട്രാ കൊടുക്കും. പക്ഷെ അത് നിങ്ങൾക്ക് ഈ പറയുന്ന ഒരാളും തരില്ല, പറഞ്ഞും തരികയില്ല. കാരണം എന്ന് വെച്ചാൽ
നല്ല പ്രൊഡക്ട്സുകൾക്കൊന്നും തന്നെ കമ്മീഷനില്ല. അത് ശരി. മനസ്സിലായില്ലേ? നല്ല പ്രൊഡക്ട്സുകൾക്കൊന്നും കമ്മീഷനില്ല. അപ്പോൾ കമ്മീഷൻ ഇല്ലാത്തൊരു പ്രൊഡക്റ്റ് ഞാൻ സാറിനോട് എന്ന് പറഞ്ഞാൽ അത് എനിക്ക് നഷ്ടമല്ലേ? ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, NBS ഏറ്റവും നല്ല പ്രൊഡക്റ്റാണ്, കമ്മീഷനില്ല. സീനിയർ സിറ്റിസൺ സേവിങ് സ്കീം ഏറ്റവും ബെസ്റ്റ് പ്രോഡക്റ്റ്. പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് ഏറ്റവും ബെസ്റ്റ് പ്രോഡക്റ്റ്, കമ്മീഷനില്ല, ടാക്സ് ഫ്രീ ഇൻകം. സുകന്യ പെൺകുട്ടികളുടെ പേര് 10 വയസ്സ് താഴെ ഏറ്റവും സൂപ്പർ പ്രോഡക്റ്റ്. ഇതെല്ലാം ഗവൺമെൻറ് ഗ്യാരണ്ടി ഇടാൻ തുറക്കണം. ഇതൊന്നും തന്നെ കമ്മീഷനില്ല. അപ്പോൾ ശരിക്കും ആരാണ് ഇത് മൊബിലൈസ് ചെയ്യുന്നത്? ശരിക്കും നമ്മൾ തന്നെ തേടി കണ്ടുപിടിച്ച് നമ്മൾ ചെയ്യണം. അതായത് നമുക്കൊരു അസുഖം വന്ന് നമ്മൾ സെർച്ച് ചെയ്യല്ലോ ഏതാ നല്ല ഡോക്ടർ എന്ന്. അതുപോലെ തന്നെ നമ്മൾ തന്നെ തേടി കണ്ടുപിടിച്ച് വേണം ചെയ്യാൻ. ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പറയും, ഇപ്പോൾ 30% ഒരു റിട്ടേൺ ടാക്സ് കൊടുക്കുന്ന ഒരാളാണ്, ഞാൻ അപ്പം തന്നെ അവരെ കൊണ്ട് വൈഫിനും ഹസ്ബൻഡിനും PPF അക്കൗണ്ട് ഓപ്പൺ ചെയ്യിപ്പിക്കും. പിന്നെ ഞങ്ങളുടെ കമ്പനി വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേകതയുണ്ട്. ഞങ്ങളുടെ ഒരു മെഡിക്കൽ ടെസ്റ്റൊക്കെ ഉണ്ട്. അത് ഒന്ന് NDPC എന്ന് പറയുന്നത്, അതായത് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം, ടേം ഇൻഷുറൻസ് എടുക്കണം, പിന്നെ ക്യാൻസർ പോളിസി എടുക്കണം. ഈ 3 പോളിസികൾ എടുക്കണമെന്നല്ല, എടുക്കേണ്ടതാണ് സജസ്റ്റ് ചെയ്യുന്നത്. അതെടുത്തിട്ട് മാത്രമേ നിങ്ങൾ വേറൊരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകാവുള്ളൂ. കാരണം വെച്ചാൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ. ഇപ്പോൾ ഹോസ്പിറ്റൽ ബില്ലൊക്കെ ഭയങ്കരമാണ്. ടേം ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ടേം ഇൻഷുറൻസ് വേണ്ട. വെൽത്തി ആയിട്ടുള്ള ആളുകൾക്ക് ടേം ഇൻഷുറൻസ് വേണ്ട. ടേം ഇൻഷുറൻസ് ആർക്കാ വേണ്ടത് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ആബ്സെൻറ്റിൽ ഫാമിലി റൺ ചെയ്യൽ ടേം ഇൻഷുറൻസ് വേണം. ഒരു 20 ടൈംസ് ഓഫ് ആനുവൽ ഇൻകം എടുക്കണം. ക്യാൻസർ കെയർ പോളിസി എന്ന് പറഞ്ഞാൽ എന്തിനാ എടുക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ക്യാൻസറൊക്കെ വന്നു കഴിഞ്ഞാൽ 10-50 ലക്ഷം രൂപ ആവും. അപ്പോൾ അത് പ്രൊട്ടക്ട് ചെയ്യണം. കേരളത്തിൽ ഇപ്പോൾ ഹോർഡിങ്സ് വരെ വന്നിട്ടുണ്ട്. 10 out of 8 ലേഡീസ് ഫീമെയിൽസ് ഡിറ്റക്ട് ക്യാൻസർ എന്ന് പറഞ്ഞ് ഒരു ഹോസ്പിറ്റൽ വെച്ചിരിക്കുന്ന. അപ്പോൾ അതിന് ഒത്തിരി പൈസയാവും. ഈ 3 കാര്യങ്ങൾ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പക്ക പ്രോപ്പറായിട്ട് ഇക്വിറ്റി, ഡെറ്റ്, ഗോൾഡ്. സാർ, ഇത് ഇപ്പോൾ സാറ് പറഞ്ഞപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഈ സങ്കടകരമായ ഒരു അവസ്ഥയെ ഞാൻ ശരിക്കും നമ്മൾ ആലോചിക്കുമ്പോൾ സങ്കടം വരുന്നത്. കാരണം ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ ഈ 30 വർഷം 40 വർഷം പട്ടിപ്പണി എടുത്ത് നാട്ടിൽ വന്നിട്ട് ഒരു പൈസ ഇല്ലാതെ വന്ന് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കൊക്കെ സാർ ഈ പറഞ്ഞ സാധനം ഉപകാരം കിട്ടും. കാരണം അത് ഓൾറെഡി 30 വർഷം ജോലി ചെയ്തവർക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇഷ്ടംപോലെ കോൾസ് വരും, നമുക്ക് തന്നെ സങ്കടം വരും, ഒന്നും ചെയ്യാൻ പറ്റില്ല. 2 കാര്യം ഗൾഫിൽ പോകുന്നു, ഇനിയും പോകുന്നവരെങ്കിലും ഇഷ്ടംപോലെ എമിഗ്രേറ്റ് ചെയ്ത് പോകുന്നവർ 2-3 കാര്യം ശ്രദ്ധിക്കുക. പോകുന്ന സമയത്ത് തന്നെ അവരുടെ അക്കൗണ്ട് NR അക്കൗണ്ടിൽ NRI അക്കൗണ്ടിൽ കൺവേർട്ട് ചെയ്യുക. 30% അവർ സേവ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പഠിക്കുക. അത് ഗൾഫ് കൺട്രിയിൽ ഉള്ളവർ മാത്രം ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്നാണ് കുറച്ച് ഗുണങ്ങൾ. അവർ തിരിച്ചു വരുമല്ലോ. ഇപ്പോൾ യൂറോപ്പിലൊക്കെ പോകുന്നവരുണ്ട്, അവരൊന്നും ഇങ്ങോട്ട് തിരിച്ചു വരാൻ പോകുന്നില്ല. എന്നാലും അവർക്ക് ഇന്ത്യൻ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ബാക്കിയൊക്കെ NRI FD ആയിട്ട് വെച്ചാൽ മതി. ഇവർ ചെയ്യുന്നതെന്നു വെച്ചാൽ ഒരു ഗൾഫിൽ പോയി കഴിഞ്ഞാൽ ആദ്യം ഇവർ ചെയ്യുന്നത് ഒരു വീട് പണിയും. ആ വീടിൻ്റെ EMI അടയ്ക്കുമ്പോൾ 20 വർഷം കഴിയും. അതൊരു കോൺസെപ്റ്റാണ്. അത് മാറ്റിയെടുത്തേ പറ്റും. ഇപ്പോൾ ഒത്തിരി മാറിയിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇപ്പോൾ ഈ ഗൾഫ് കൺട്രീസും അത്ര സേഫ് അല്ല. പണ്ട് ഏറ്റവും സേഫാന്ന് ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഒത്തിരി പേരും ടെൻഷനിലായിരിക്കുന്നത്. ഇപ്പം ഗൾഫിൽ പോകുന്നവർ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു 10-15 കൊല്ലം വർക്ക് ചെയ്യുക, തിരിച്ചു വരാനുള്ള രീതിയിലുള്ള സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ 2 കാര്യങ്ങൾ, ഗൾഫിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ചിന്തിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ 2 കാര്യങ്ങൾ നടക്കും. ഒന്ന് നമ്മൾ മരിച്ചു പോകും. അപ്പം ഇനി ടെൻഷനില്ല, തീർന്നു അതോടുകൂടി. സപ്പോസ് ഒരു 90 വയസ്സ് ജീവിച്ചിരുന്നാലും. അപ്പം നമ്മൾ റിട്ടയർമെൻറ്റ് ഫണ്ട് മാത്രം തിങ്ക് ചെയ്യുക, വേറെ ഒന്നിനെ കുറിച്ച് നമ്മൾ തിങ്ക് ചെയ്യേണ്ട. അതായത് 25 വയസ്സുകാരൻ ജോലി തുടങ്ങുമ്പോൾ തിങ്ക് ചെയ്യേണ്ടത് ഞാനൊരു 50 വയസ്സ് റിട്ടയർഡ് ആവും, പിന്നെ ഒരു 40 കൊല്ലം കൊണ്ട് ജീവിക്കും, അതെനിക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള രീതി ജീവിക്കണം. അത് ഇപ്പോൾ 25 വയസ്സുള്ളവരൊക്കെ ഭാഗ്യവാന്മാരാണ്. കാരണം അവർക്ക് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 50 വയസ്സുള്ളവരുണ്ട്. അവരുടെ കാശുണ്ടെങ്കിൽ അതും അവർ ഇങ്ങനെ കൂടുതലും പ്രശ്നം എന്താ, റിയൽ എസ്റ്റേറ്റിലൊക്കെ ഒത്തിരി പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ബ്ലോക്കായി കിടക്കുക. റിയൽ എസ്റ്റേറ്റൊക്കെ കുറച്ച് ലിക്വിഡേറ്റ് ചെയ്തിട്ട് അസറ്റ്സ് ഉണ്ടാക്കുക. പിന്നെ വേറെ കാറ്റഗറി സാറ് കേട്ടിട്ടുണ്ടാവും, സ്വന്തമായിട്ട് ഇപ്പോൾ പാലാരിവട്ടത്ത് 10 സെൻറ്റ് സ്ഥലവും വീടും ഉണ്ട്, കയ്യിലൊരു പൈസയില്ല. അതെ, എനിക്കറിയാവുന്ന ആൾക്കാരാണ്. പക്ഷെ അതിനും ഓപ്ഷൻ ഉണ്ടെന്നേ. റിവേഴ്സ് മോർട്ടേജ് ലോൺ അറിയത്തില്ലേ? എനിക്കറിയാം. 60% ബാങ്ക് തരും. പിന്നെ 20 വർഷത്തേക്കാണ് അതിന് കൊടുക്കുന്നു തോന്നുന്നു. അത് കഴിഞ്ഞ് മരിച്ചു പോയില്ല, അവിടെ തന്നെ താമസിക്കുകയും ചെയ്യാം. അല്ല, മരിച്ചു കഴിഞ്ഞാൽ ബാങ്ക് എടുക്കുന്നുള്ളതാണ്. ബാങ്ക് എടുക്കും, നോമിനിക്ക് ഒരു ഓപ്ഷൻ കൊടുക്കും, പൈസ അടച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെയുണ്ട്. അല്ല, പൈസ അടച്ച് നമുക്ക് തിരിച്ചെടുക്കാം. പക്ഷേ ഇത് സത്യത്തിൽ ഇത് ഉണ്ടെന്ന് പറഞ്ഞാൽ, ഞാൻ ഇത് പണ്ട് ഈ നമ്മുടെ ലോൺ കോച്ച് വഴിയായിട്ട് ഈ ചാനലിനെ പറ്റി ഈ ഒരു വീഡിയോ ചെയ്തതാണ്, ഈ റിവേഴ്സ് മോർഗേജിനെ പറ്റി. പക്ഷേ അത്ര അങ്ങോട്ട് ശ്രദ്ധിക്കാതെ പോയി ആൾക്കാർ. കാരണം അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ പാരമ്പര്യമായിട്ട് സ്വത്ത് നമ്മൾ ലോൺ വെച്ചു എന്നുള്ള കോൺസെപ്റ്റ് ഒക്കെ ഒന്നും, അങ്ങനെ ഒരു കോൺസെപ്റ്റുകളൊന്നും തന്നെ ഇല്ല. ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞാൽ 1-2 ദിവസം തീർന്നു. കാരണം നമ്മൾ ബിസിയാണ്.
പണ്ടാണ് നമ്മൾ ഒരു മാസം വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ആ രീതിയൊന്നുമില്ല. നമുക്ക് ജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള, അത് ഗവൺമെൻറ് തന്നിരിക്കുന്ന ഓപ്ഷൻ അല്ലേ റിവേഴ്സ് മോട്ടോറിൽ. നമ്മൾ ഏറ്റവും ബെസ്റ്റ് ഇപ്പം നമ്മുടെ മേനകയിലൊക്കെ വലിയ വലിയ ഫ്ലാറ്റുകളുണ്ട് 3 കോടി 3.5 കോടി രൂപയുടെ. അവർക്കത് റിവേഴ്സ് മോട്ടോറേജ് ലോൺ ചെയ്തിട്ട് സുഖമായിട്ട് 1 ലക്ഷം രൂപ മാസം 20 വർഷത്തേക്ക് അവർ തരും. ഞാൻ സാറേ പറഞ്ഞപ്പോഴേ ഇങ്ങനെ അവസ്ഥയുള്ള ആൾക്കാർ ഇഷ്ടംപോലെ ലാൻഡ് ഉണ്ട്, പക്ഷേ ചികിത്സിക്കാൻ ഹോസ്പിറ്റലിൽ പോകാൻ പൈസ ഇല്ല. സാറ് പറഞ്ഞത് കറക്റ്റാണ്. കാരണം അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ പല ആൾക്കാരും കണ്ടുമുട്ടാറുണ്ട്. പിന്നെ ഇത് മനുഷ്യൻ്റെ ഒരു മാനസിക അവസ്ഥയാണ്. ഇതൊന്നും ലിക്വിഡിറ്റി ചെയ്യാനുള്ള മനസ്സില്ല. ഞാൻ ഉണ്ടാക്കിയ വസ്തു അല്ലെങ്കിൽ എൻ്റെ പാരൻസിൻ്റെ പാരൻ്റൽ ഹൗസ് ഇത് വിൽക്കാൻ പറ്റില്ല, ആ ഭൂമി വിൽക്കാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നലുള്ളത്. സാറിന് നമ്മൾ പറയുന്നത് തെറ്റാണ്. നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മുടെ ഈ പേരൻസൊക്കെ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിറ്റേ ദിവസം എന്ത് ചെയ്ത് ഇടിച്ച് നിരത്തി അപ്പം തന്നെ വിറ്റ് കാശ് മേടിക്കും. എൻ്റെ കാര്യമല്ല പറഞ്ഞത്, ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആരുടെ പേര് പറയുന്നില്ല. ഇതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ആ പേരൻസിന് പൈസ ഇല്ലാതെ അവർ കഷ്ടപ്പെട്ട് കെട്ടിപ്പിടിച്ച് വെച്ചിരുന്ന സാധനങ്ങൾ ഒരു മാസത്തിനുള്ളിൽ ഇവർ വിറ്റ് കാശ് മേടിക്കും. കാരണം മക്കളൊന്നും ഇവിടെ ഇല്ലല്ലോ. അപ്പോൾ അവരൊന്നാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് അധ്വാനിച്ച് പൈസ ഉണ്ടാക്കുന്ന കോൺസെപ്റ്റ് വേണം നമുക്ക്. എൻ്റെ പേരൻസിൻ്റെ പൈസയുണ്ട് അതുകൊണ്ട് അടിച്ച് പൊളിക്കാമെന്നുള്ള കോൺസെപ്റ്റ് പാടില്ല. നമ്മൾ സ്വന്തമായിട്ട് എന്ത് സമ്പാദിച്ചു എന്നുള്ളതാണ് നമ്മുടെ വാല്യൂ. അല്ല അപ്പന് 2 കോടി രൂപ ഉണ്ട് അത് വെച്ച് ഞാൻ ജീവിക്കുന്നതല്ല, ഞാൻ എന്ത് സമ്പാദിച്ചു എന്നുള്ളതാണ് നമ്മുടെ കോൺസെപ്റ്റ്. ഇപ്പോൾ കേരളത്തിൽ സുഖമായിട്ട് സമ്പാദിക്കാൻ സാറേ 1000 രൂപ കിട്ടത്തില്ലേ? 1000-1200 രൂപ കിട്ടത്തില്ലേ? ഒരു ടീ ഷോപ്പിൽ പോയി എന്നാലും വൈറ്റ് കോളർ ജോബ് വേണമെന്ന് മാത്രം മസി പിടിക്കാതിരുന്നാൽ മതി. ഞാനൊന്നും ഈ ഇപ്പം ഇങ്ങനെ വന്നതല്ല. 10-25 കൊല്ലം നമ്മൾ ഡെലിവറി ബോയ് ആയിരുന്നു. സാർ ഈ വൈറ്റ് കോളർ ജോബ് എന്ന് പറയുമ്പോഴേ ഈ വൈറ്റ് കോളർ ജോബ് ചെയ്യുന്ന പല ആൾക്കാരും ഭൂരിഭാഗം, ഞാൻ എല്ലാവരും അല്ല ഞാൻ പറയുന്നത്, ഭൂരിഭാഗം ആൾക്കാരും ഈ ഡെയിലി വേജസുകാരെങ്കിലും ശമ്പളം കുറവാണ്. ഇപ്പം എൻ്റെ ഓഫീസിൽ 15,000 രൂപയ്ക്ക് ജോലി ചെയ്യുന്നവരുണ്ട്. പുള്ളിക്ക് അത് മതി എന്നാണ് പറയുന്നത്. 6 മണി 10 മണിക്ക് വരും, 6 മണിക്ക് പോകും. അതേ ആള് വേറെ ജോലിക്ക് അവിടെ അടുത്ത് പോയി കഴിഞ്ഞാൽ 1000-1200 രൂപ കിട്ടും. പക്ഷെ അതും നമ്മൾ സ്റ്റാറ്റസിന് സമ്മതിക്കത്തില്ല. ഒരു സ്റ്റാറ്റസും ഇല്ല. ഏത് ജോലിക്ക് അതിൻ്റെതായ മഹിമയില്ലേ? അതെ, ഇത് തന്നെയല്ലേ നമ്മൾ സാർ ഇപ്പോൾ പറഞ്ഞ ഒരു ഉപദേശം തന്നെയല്ലേ ഈ പ്രൈവറ്റ് സെക്ടറിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്കും ഇൻവെസ്റ്റ്മെന്റ് സെയിം വേറെ വല്ലതും ഉണ്ടോ ശരിക്കും? ലോ ഇൻകം ഇപ്പോൾ 15,000 മ്യൂച്വൽ ഫണ്ട്സ്, RD ഇങ്ങനെയുള്ള പല 100 രൂപയിൽ സ്റ്റാർട്ട് ചെയ്യും. 100 രൂപയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള മൈൻഡ് വേണം. നമ്മുടെ ഒരു ഗ്രൂപ്പില്ലേ, നമ്മുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പ്, ആ ഗ്രൂപ്പ് എപ്പോഴും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മൈൻഡുള്ള ഒരു ഗ്രൂപ്പായിട്ട് മാറിയാൽ നമുക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു മൈൻഡ് സെറ്റ് കൊണ്ടുവരിക എന്നുള്ളതാണ്. ആരും ഇൻവെസ്റ്റ് ചെയ്യില്ല. ഒരു 40-45 ആകുമ്പോഴാണ് ചിന്തിക്കുന്നത്, എനിക്കൊന്നും ഉണ്ടായില്ലല്ലോ എന്നുള്ളത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു ആർട്ടിക്കിൾ ഇറങ്ങിയിട്ടുണ്ട്. 30 കൊല്ലം മുമ്പ് 1000 രൂപ വെച്ച് ഫ്രാങ്ക്ലിൻ ടെമ്പിൾട്ടൻ്റെ ഒരു സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ 30 years ബാക്ക് എവറി മന്ത് how much 3,60,000 rupees ആ ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്തു. ഇപ്പോൾ 2.5 കോടി രൂപ ഉണ്ട്. പക്ഷെ അന്ന് ആരിട്ടൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ ആരും ഇട്ടിട്ടുണ്ടാകില്ല. ഇതൊരു എക്സാമ്പിളാണ്. നമ്മളൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ പോസ്റ്റ് ഓഫീസിൽ RD ഉണ്ട്, റിക്കറൻറ്റ് ഡിപ്പോസിറ്റ്. അത് ചേരുക 6.7% കിട്ടും. ഇല്ല ബാങ്കിൽ RD ഉണ്ട് 10 കൊല്ലത്തേക്ക്, അത് ചേരുക. കാരണം പേടിയുള്ള ആളുകൾക്ക് അങ്ങനെ ചെയ്യുക. ഇതൊന്നും ഇല്ലാത്ത ആളുകൾ, ഞാൻ പറഞ്ഞത് നിങ്ങളുടെ പൈസയുടെ ഏജ് 100 മൈനസ് ഏജ് വരുന്ന ബാക്കിയുള്ള പൈസ ഏതെങ്കിലും നല്ല സ്റ്റോക്ക് വാങ്ങിക്കുകയോ മ്യൂച്വൽ ഫണ്ട്സ് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ കണ്ടിട്ടുണ്ട് ചില വൈറ്റ് കോളർ ജോബുള്ള ആൾക്കാർ, നമ്മൾ ഫോർ എക്സാമ്പിൾ ടീച്ചർമാർ, അഡ്വക്കേറ്റ്സ്, ഇവരൊക്കെ ലൈഫ് സ്റ്റൈൽ ഒരുപോലെ ആയിരിക്കും. അവരൊരിക്കലും ഇങ്ങനെയുള്ള പ്രോഡക്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്തില്ല. അവരുടെ സ്ട്രാറ്റജിക്ക് അങ്ങനെ തന്നെ കൊണ്ടുപോയി. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ജനങ്ങളുടെ ഒരു തെറ്റിദ്ധാരണയാണ് ശരിക്കും പറഞ്ഞാൽ ഇൻകം, വെൽത്ത് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡം, ഈ 3 കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് എല്ലാവരും ഒരേ ഇതിലാണ് കാണുന്നത്. അതായത് സാറിൻ്റെ ഞാൻ ചിന്തിക്കുന്നത് 3 കാര്യങ്ങളാണ്. സാറിൻ്റെ അഭിപ്രായത്തിൽ എല്ലാവരും ഇൻകത്തുമാണ് ഫോക്കസ് ചെയ്യുന്നത്. ഈ ഇൻകം തന്നെയാണ് വെൽത്ത് എന്ന് കരുതുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് സാറിന് എന്തെങ്കിലും ഒപ്പീനിയൻ പറയാൻ പറ്റും? ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏൺ ചെയ്യുന്ന മണിയാണ്. ആ ഏൺ ചെയ്യുന്ന മണി എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അവൻ മിടുക്ക്. അത് ഞങ്ങൾ പറയുന്നതെന്ന് വെച്ചാൽ രാത്രി കിടന്നുറങ്ങുമ്പോഴും നിൻ്റെ പൈസ വർക്ക് ചെയ്യണം. മനസ്സിലായില്ലേ? ആ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക. എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, നമുക്ക് പറഞ്ഞു തരാനേ പറ്റുള്ളൂ. പക്ഷേ ഒരു ലൈഫ് സ്റ്റൈൽ നല്ല രീതിയിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു പെർസെൻറ്റേജ് ഇക്വിറ്റിയിൽ ഉണ്ടാകണം. ഇല്ലെങ്കിൽ സാധാരണ ജീവിതം ആയിരിക്കും. ഒരു ഹൈ പ്രൊഫൈലിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി അവരുടെ ഒരു പോർഷൻ ഓഫ് എമൗണ്ട് ഷുഡ് ബി ഇൻവെസ്റ്റഡ് ഇൻ എ ഇക്വിറ്റി. കാരണം അത് മാത്രമേ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്ത് റിട്ടേൺ കൊടുക്കാൻ
പറ്റുള്ളൂ. ഇന്ത്യയിൽ ഏതാണ്ട് 3-4% ആൾക്കാർ ഈ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട്സിലോ ഡയറക്റ്റ് ഷെയറിലോ ഒക്കെ PMS അങ്ങനെ പല പ്രൊഡക്ട്സിലുണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അമേരിക്കയിലൊക്കെ നോക്കുകയാണെങ്കിൽ 35% ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഇവിടെ 3%. അത് മാറ്റിയെടുക്കണം, നമ്മൾ തന്നെ അന്വേഷിച്ച് ചെയ്ത്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയും, മ്യൂച്വൽ ഫണ്ട് SIP എന്ന് പറഞ്ഞാൽ ഏറ്റവും പോപ്പുലറുണ്ട്. അതിന് എല്ലാവരും SIP എന്ന് പറയും. ഒരു 1000 രൂപ SIP കിട്ടുമ്പോൾ ഒരു ഏജൻറ്റിന് കിട്ടുന്ന പൈസ എന്ന് പറയുന്നത് 30 രൂപയാണ്. 10,000 രൂപ ഇട്ട് കഴിഞ്ഞാൽ എത്ര, അല്ല 1000 രൂപയ്ക്ക് 3 രൂപ കിട്ടും, 10,000 രൂപയ്ക്ക് 30 രൂപ കിട്ടുന്നത്. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ ഏജൻറ്റുമാരൊന്നും വീട്ടിൽ പോയി മേടിക്കുകയില്ല. അത് എൻ്റെ ആവശ്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ തന്നെ പോയി ഇങ്ങനെയുള്ള ഏജൻറ്റുമാരെ കണ്ടുപിടിച്ച് അവരോടിരുന്ന് സംസാരിച്ച് സെറ്റാക്കി എടുക്കാനേ പറ്റുള്ളൂ ഇപ്പോഴത്തെ കാലം. കാരണം വെച്ചാൽ ഇപ്പോഴത്തെ പെട്രോൾ കോസ്റ്റിന് എങ്ങനെ മുതലാകും? നമുക്ക് ഒരിടത്ത് പോയി ഒരാളെ കൺവിൻസ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് അസുഖം വരുന്നതുകൊണ്ട് തന്നെ ഒരു ഫൈനാൻഷ്യൽ കൺസൾട്ടൻറ്റിനെയോ ഫൈനാൻഷ്യൽ ഡിസ്ട്രിബ്യൂട്ടറെ കണ്ടുപിടിച്ച് അവരുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്ത് അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു 10 കൊല്ലം മുമ്പ് നമുക്ക് റിട്ടയർഡ് ആകും. അപ്പോൾ സാറ് റിട്ടയർഡ് ആകാൻ ഉദ്ദേശിക്കുന്ന 60-ലാണെങ്കിൽ 50-ൽ റിട്ടയർഡ് ആകും. ഇപ്പോൾ ഇത് ചോദിക്കുന്ന ചോദ്യം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഉത്തരവില്ലാത്ത ചോദ്യമായിട്ട് എന്ന് എനിക്ക് തന്നെ തോന്നുന്നുണ്ട്. എന്നാലും ഞാൻ ചോദിക്കുകയാണ്, ഈ നമ്മൾ ഇപ്പോൾ ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസ് പെട്ട ഒരാൾ എല്ലാം പോയി 0 ആയി, ഇവനിവിടുന്ന് ഒന്ന് റിക്കവർ ചെയ്ത് വരണം. അപ്പോൾ നമ്മൾ സാറൊരു വെൽത്ത് മാനേജ്മെൻറ്റ് കൺസൾട്ടൻറ്റുമാണ്. സാറിൻ്റെ ഒരു ഇതിനകത്ത് അവന് ഇമ്മീഡിയറ്റ് ആയിട്ട് എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് ഊരി വരാനായിട്ട് എങ്ങനെ അവൻ്റെ ജീവിതം ഒന്ന് സ്റ്റെബിൾ? ഇപ്പോൾ ഒന്നും ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ല, തുടങ്ങി സ്റ്റാർട്ട് ചെയ്യുക, ജോലി ചെയ്യുക, അതിൽ നിന്ന് സേവ് ചെയ്ത് പഠിക്കുക. എത്രയോ പേരുകളുണ്ട് ലോൺ എടുക്കുന്നത്. ഈ ലോണാണ് ഏറ്റവും വലിയ പ്രശ്നം. നമുക്ക് അടയ്ക്കാൻ പറ്റാത്ത രീതിയിലുള്ള ലോൺ EMI എടുക്കുന്നതാണ് പ്രശ്നം. ഞാൻ ഇവിടെ ആപ്പിൾ ഫോൺ ലോണ്, വീട്ടിൽ ഫ്രിഡ്ജിന് ലോണ്, കാറിന് ലോണ്, വീട് ലോണ്, അതായത് വരുമാനം അനുസരിച്ച് മാത്രമേ ലോൺ എടുക്കാവുള്ളൂ. അതായത് ഒരാളുടെ ടോട്ടൽ ഇൻകത്തിൻ്റെ 30% EMI അടയ്ക്കാൻ പറ്റത്തുള്ളൂ. ഇതിപ്പോൾ ഇവിടെ 70%. അല്ല 70 അല്ല 150%. അതല്ല പ്രശ്നം. എന്തിനങ്ങനെ മേടിക്കുന്നേ? ലോജിക്ക് എന്താണ്? സാർ തന്നെ പറയാം, എന്ത് ലോജിക്കിൻ്റെ പുറത്താണ് ഇവർ ലോൺ എടുക്കുന്നത്? ഒരു MRI ഓക്കെ, ഹോസ്പിറ്റൽ കേസിൽ വാങ്ങിച്ചു, അതൊക്കെ. അല്ലാത്ത കേസിൽ എന്തിനാണ് ഇവർ ഇങ്ങനെ എടുക്കുന്നത്? അപ്പം അത് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഡേ 1 സ്റ്റാർട്ട് ചെയ്യും. സി ഒത്തിരി പേരെന്നാണ് ഇപ്പോൾ എനിക്ക് നമുക്കറിയാം, ഇഷ്ടംപോലെ ബാങ്കുകളിൽ സാറ് ലോണൊക്കെ ചെയ്യുന്ന അറിയാം, അടയ്ക്കാഞ്ഞിട്ട് ഓപ്ഷനിലേക്ക് പോകുന്ന ഇഷ്ടംപോലെ പ്രോപ്പർട്ടികളുണ്ട്. ആക്ച്വലി അവരത് ഫസ്റ്റ് ഇയർ തന്നെ സെൽ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് 3 ഇരട്ടി വില കിട്ടിയേനെ. ബാങ്ക് എടുക്കുന്നതിന് മുമ്പ് സെൽ ഓഫ് ചെയ്ത് കടങ്ങൾ വീട്ടുക. നമുക്ക് ഇഷ്ടംപോലെ ആളുകളെ പേഴ്സണൽ ലോണ്. ഈ പേഴ്സണൽ ലോണിൻ്റെയൊക്കെ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്? ഭയങ്കര എമൗണ്ടാണ്. പിന്നെ വസ്തു വെച്ച് ലോൺ എടുക്കുക. അതിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ലോൺ എടുക്കുമ്പോൾ വെച്ചാൽ നമ്മൾ സാധാരണ ഒരു ഹൗസിംഗ് ലോൺ എടുത്ത് എല്ലാ മാസം അടയ്ക്കണം. ഈ ലോണൊക്കെ എന്താണെന്ന് വെച്ചാൽ പ്രോപ്പർട്ടി പ്ലെഡ്ജ് ചെയ്തെടുക്കുന്ന ലോണൊക്കെ ചില ബാങ്കുകളൊക്കെ വർഷം അടച്ചാൽ മതി. അവിടെ ചെല്ലുമ്പോൾ അവർ പറയും, സാറേ ഇനിയും വേണോ? അത് കൂട്ടി ഒരു ലെവലെത്തുമ്പോൾ പിന്നെ കിട്ടത്തുമില്ല, അടയ്ക്കാൻ പറ്റാതെ വരും. ഇതൊക്കെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്, ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ ഇല്ല. ഞാൻ ചോദിക്കട്ടെ, ഒരു 10,000 കിട്ടുന്ന ഒരാൾക്ക് 1000 രൂപ സേവ് ചെയ്യാൻ പറ്റത്തില്ലേ? തീർച്ചയായിട്ടും സേവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഡെയിലി 1000 രൂപ കിട്ടുന്ന ആൾക്ക് ഒരു ദിവസം 100 രൂപ സേവ് ചെയ്യാൻ പറ്റത്തില്ലേ? തീർച്ചയായിട്ടും പറ്റും. പിന്നെ പ്രശ്നം 100 രൂപ. ഞാൻ മുമ്പ് ഒരു വീഡിയോ പറഞ്ഞപ്പോൾ ആരെണ്ണം ചീത്ത വിളിച്ചു ചായ കുടിക്കുന്നു പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. 100 രൂപ ഒരു ദിവസം എൻ്റെ റിട്ടയർമെന്റിന് വേണ്ടി മാറ്റി വെച്ചേ പറ്റൂ എന്നുള്ള കോൺസെപ്റ്റ് വരണം. വെറും 100 രൂപ എത്രയായി സാറേ? ഓക്കെ, സൺഡേ വർക്ക് ചെയ്യുന്നില്ല, 2,500 രൂപ ഇല്ലേ? തീർച്ചയായിട്ടും. ഈ 2,500 രൂപ മ്യൂച്വൽ ഫണ്ട്സ് SIP ഇട്ട് കഴിഞ്ഞാൽ 12-15 കിട്ടും. വേണ്ട, അത് റിസ്ക്കാ. ഇതുകൊണ്ട് റിക്കറിംഗ് ഡെപ്പോസിറ്റ് തുടങ്ങിക്കൂ, 100% സേഫ്. ഒരു 10-35 കൊല്ലം കഴിയുമ്പോൾ തന്നെ നമുക്കൊരു 1 കോടി രൂപ കിട്ടത്തില്ലേ? ഏതായാലും ഈ 25 വയസ്സുള്ള മനുഷ്യൻ 26-ാമത്തെ വയസ്സിൽ മരിച്ചു എന്ന് പറഞ്ഞല്ലേ ജീവിക്കുന്നേ? 100 വയസ്സ് വരെ ജീവിക്കുമെന്ന് പറഞ്ഞല്ലേ? അപ്പൊ എന്തുകൊണ്ട് ആ മനുഷ്യൻ ചിന്തിക്കാത്ത, എനിക്കൊരു 50 വയസ്സ് വരുമ്പം പൈസ ഉണ്ടാകുകയില്ല, എന്തെങ്കിലും ഇപ്പോഴേ സേവ് ചെയ്യണം? 100 രൂപ സേവ് ചെയ്യണം. അല്ല, ഇത് 50 വയസ്സ് സ്വാഭാവികമായിട്ട് ജോലി ചെയ്ത് 50 അല്ലെങ്കിൽ 60 വയസ്സാകുമ്പോൾ അവരുടെ അടുത്ത് പൈസ ഉണ്ടാവണം. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അവർ 10 വയസ്സില്ല, വീട്ടിലൊരു ഭാരമായിട്ടാണ് പല ആൾക്കാരും നിൽക്കുന്നത്. ഡിസിപ്ലിൻ ഇല്ലാഞ്ഞിട്ട്. എന്തുകൊണ്ട് അങ്ങനെ? സാർ തന്നെ പറയും, എന്തുകൊണ്ട് അങ്ങനെ വരുന്നേ? ഈ വീടാണ് മെയിൻ ഒരു ഘടകം. വീട് വെക്കാനില്ലെങ്കിൽ വാടകയ്ക്ക് താമസിക്കണമെന്നേ. അല്ല, ഞാൻ ഈ പറഞ്ഞ വാടകയ്ക്ക് താമസിക്കുന്ന കേസ് ഞാൻ ഒരാളോട് പറഞ്ഞു, എന്നെ തല്ലില്ലെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നില്ലേ, ഇതിന് കുറേ താഴെ ഒന്ന് ഇഷ്ടംപോലെ ആളുകൾ കമൻറ്റ് ചെയ്യും, നിനക്ക് അങ്ങനെ പറയാം, എനിക്ക് അങ്ങനെ. അതൊക്കെ അവർ പറഞ്ഞു നമ്മളെ ബാധിക്കും. സത്യമായിട്ട് ഞാൻ പറയുന്നത്,
50 ലക്ഷം രൂപ വീട് മേടിച്ചിട്ട് 70% ഓഫ് ഇൻകം EMI അടയ്ക്കുന്നതിനാണ് സുഖമായിട്ട് നമുക്ക് വാടകയ്ക്ക് താമസിക്കത്തില്ലേ. ഇപ്പം നമ്മളെ കൊച്ചിയിലെ മറ്റേ കായലിന് തീർത്ത് ഫ്ലാറ്റിന് 3.5 കോടി രൂപ, അവിടെ 50,000 രൂപ എടുത്ത് വാടകയ്ക്ക് കിട്ടും അതേ സ്ഥാനം. എത്ര മിടുക്കന്മാരങ്ങനെ താമസിക്കുന്നു? തീർച്ചയായിട്ടും ഇല്ലേ? സാറിന് തന്നെ അറിയാം, സാറ് വീട്ടിലിരിക്കുന്നത്. അപ്പം ഇതൊന്നും ഒരു മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്യുക. മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇത് പലപ്പോഴും ഞാനും പറഞ്ഞു കൊടുക്കാറുള്ള കാര്യമാണ്. പക്ഷേ ഇത് എത്രത്തോളം അവർക്ക് മനസ്സിലാവും. 2 കാര്യം ചെയ്യാമായിരുന്നു സാറല്ല. 30 ലോൺ കുറച്ചെടുക്കുക, 1. 2 ഈ റിയൽ എസ്റ്റേറ്റിൽ പ്രോപ്പർട്ടി വാങ്ങിക്കുന്ന പരിപാടിയുണ്ട്, ലോൺ എടുത്ത് അതൊക്കെ ചെയ്യാതിരിക്കുക. ആവശ്യമുണ്ട്, ആവശ്യമുള്ള നമുക്ക് വേണ്ടതന്നെ ഒരു വീട് വേണം, ഒരു കാറ് വേണം, അത് ആവശ്യമാണ്. അത് നമ്മൾ ആവശ്യത്തിനുള്ള സ്ഥലത്ത് പോയി മേടിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എടപ്പള്ളി ജംഗ്ഷനിൽ വീട് വേണമെന്ന് പറഞ്ഞാൽ സ്ക്വയർ ഫീറ്റിന് 10,000 രൂപയാണ്. അവിടുന്ന് 1 കിലോമീറ്റർ പഞ്ചായത്ത് റോഡ് കൂടി അകത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് 5,000 രൂപ കിട്ടും. അപ്പോൾ ഇതുവരെ കിട്ടിയില്ലേ? ഇപ്പം ഞാൻ താമസിക്കുന്ന ഒരു പർട്ടിക്കുലർ പ്ലേസിൽ എടപ്പള്ളിയിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ പോകണം, അവിടെ 8 ലക്ഷം രൂപ സെൻറ്റിന്. അവിടെ നിന്ന് 1.5 കിലോമീറ്റർ പഞ്ചായത്ത് റോഡിൽ പോയി കഴിഞ്ഞാൽ 2 ലക്ഷം രൂപയ്ക്ക് സെൻറ്റ് കിട്ടും. അപ്പോൾ അവിടെ മേടിച്ചാൽ പോരെ? നമുക്ക് എന്തുകൊണ്ട് റോഡ് സൈഡ് വേണമെന്ന് ചിന്തിക്കുന്നത്? അത് കുറേ കാലങ്ങൾക്ക് ശേഷം അത് വിറ്റിട്ട് നമുക്ക് റോഡ് സൈഡിലേക്ക് വരാം. അതിൻ്റെ വാല്യൂ കൂടുമ്പോൾ റോഡ് സൈഡിലേക്ക് വരാം. അത്രേ ഉള്ള കോൺസെപ്റ്റ്. നമ്മൾ ഡിസിപ്ലിനായിട്ട് ജീവിക്കുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഈ ലോകത്ത് ഒത്തിരി കാര്യങ്ങൾ കേൾക്കുകയും ഒക്കെ കാണുകയും ചെയ്യും യൂട്യൂബിൽ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും എല്ലാം ഫൈനാൻഷ്യൽ അഡ്വൈസേഴ്സാണ്. അപ്പോൾ അവരൊക്കെ എത്രത്തോളം റിയൽ ആണെന്നുള്ളത് ആദ്യം ചെക്ക് ചെയ്തിട്ട് ചെയ്യുക. കാരണം അവർ പറഞ്ഞേച്ചു പോകും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഓൺലൈൻ ഹെൽത്ത് ഇൻഷുറൻസ് നമുക്ക് ഓൺലൈനിൽ എടുക്കാം, ഒരു കമ്പനി വഴി എടുക്കാം, 10% ഡിസ്കൗണ്ട് കിട്ടും. ഇപ്പോൾ സാർ ഒരു പോളിസി എൻ്റെ വഴി എടുത്തു കഴിഞ്ഞാൽ 10,000 രൂപയാണെങ്കിൽ ആ പർട്ടിക്കുലർ കമ്പനിയുടെ ഓൺലൈൻ വഴി എടുത്തു കഴിഞ്ഞാൽ 9,000 രൂപയുള്ളൂ. 1,000 രൂപ സാർ സേവ് ചെയ്യും. ഈ 1,000 രൂപ എൻ്റെ കമ്മീഷനാണ്. ഉള്ള കാര്യം ഉള്ളവർ പറയാമല്ലോ. പക്ഷേ ഈ പോളിസി ഈ ആൾ ഇവിടുന്ന് NRI ആയി. 99% കമ്പനികൾക്ക് NRI അവിടെ നിന്ന് പ്രീമിയം അടയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ എങ്ങനെ അടയ്ക്കും? അതുകൊണ്ട് എപ്പോഴും ഒരു ഇത് വേണം. ഏതെങ്കിലും ഒരു ഏജന്റ് വഴി ചെയ്യാം. 1,000 രൂപ അവന് കിട്ടിക്കോട്ടെന്നേ, അവനും ജീവിക്കുന്നില്ലേ? അവൻ്റെ ഫുഡ് അതാണല്ലോ. അപ്പം നമുക്ക് സർവീസ് വരുമ്പോൾ അവൻ സഹായിക്കും. മ്യൂച്വൽ ഫണ്ട്സിലുണ്ട് ഡയറക്ടർ റെഗുലർ എന്ന് പറഞ്ഞ് 80% ആളുകളും ഇപ്പം ചെറിയ യങ്സ്റ്റേഴ്സൊക്കെ ചെയ്യുന്നത് ഡയറക്റ്റാണ്. അത് ഇടുന്നു എടുക്കുന്നു അങ്ങനെ ഒരു കോൺസെപ്റ്റ് അല്ല. എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ ഗോൾ വേണം. റിട്ടയർമെൻറ്റ്, ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ, 2 ഗോൾ മതി, വേറെ ഒന്നും വേണ്ട. മാരീഡ് ആണെങ്കിൽ 2 പേർക്കും റിട്ടയർമെൻറ്റ്, 2 പേർക്കും എഡ്യൂക്കേഷൻ. ഇതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഈ യുവാക്കളുടെ ഒരു ട്രെൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ യുവാക്കളില്ല. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും തന്നെ മൈഗ്രേറ്റ് ചെയ്ത് പോയിരിക്കുകയാണ്. മിക്കവാറും യൂറോപ്പോ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോയിരിക്കുകയാണ്. ഇപ്പോൾ ഒരുപാട് വീടുകളും അടഞ്ഞു കിടക്കുകയാണ്. ഇപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് അവർക്ക് ഇപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ ഒരു വാല്യൂ ഇല്ല. വീട് അടഞ്ഞു കിടക്കാന്ന് പറഞ്ഞാൽ അതിന് വാല്യൂ ഇല്ലല്ലോ. അവർക്ക് എന്തെങ്കിലും അതൊരു അതിപ്പോൾ വേണോ റെൻറ്റിന് കൊടുക്കാം. ടൂറിസത്തിലൊക്കെ ഇപ്പോൾ അലൗഡാന്ന് തോന്നുന്നു. റെൻറ്റിന് കൊടുക്കുക, അല്ലെങ്കിൽ സെൽ ഓഫ് ചെയ്യുക. സെൽ ഓഫ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ഗെയിൻ വരും. ഇപ്പോൾ US-ലും UK-ലാണെന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. അതർ ദാൻ ഗൾഫാണ് ഈ പൈസ കൊണ്ടുപോകുമ്പോൾ ഇവിടെ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുക്കണം. അവിടെ ചെല്ലുമ്പോൾ അത് പാരമ്പര്യ സ്വത്തായിട്ട് മാറും. അവിടെയും 40% കൊടുക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 1 കോടി രൂപ സ്ഥലം വിറ്റ് കിട്ടി, മോൻ അമേരിക്കയിലാണ്. ഈ പൈസ ഇവിടുന്ന് കൊണ്ടുപോയേ പറ്റുള്ളൂ. കൊണ്ടുപോയി പറ്റുമ്പോൾ വെച്ചാൽ ഇവിടുത്തെ ക്യാപിറ്റൽ ഗെയിൻ 12.5%. പല ഓപ്ഷൻസ് ഉണ്ട്. സിമ്പിളായിട്ട് 12.5, 12.5 ലക്ഷം ക്യാപിറ്റൽ ഗെയിനാണ് കൂട്ടിയത്. 12.5 ലക്ഷം രൂപ കൊടുക്കണം. ഈ പൈസ കൊണ്ട് US ചെല്ലുമ്പോൾ അവിടെ 30-40% ടാക്സ് പിന്നെയും കൊടുക്കണം. ഓക്കെ. അപ്പോൾ അതിന് പകരമായിട്ട് ഇവിടെ ചെയ്യാവുന്ന പരിപാടിയുണ്ട്. ഇവിടെ തന്നെ ഒരു ട്രസ്റ്റ് രൂപീകരിച്ചിട്ട് ഇവിടെ തന്നെ പൈസ ഹോൾഡ് ചെയ്യുക. അതാണ് അതിന് ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അതേ ഉള്ളൂ. വേറെ ഓപ്ഷൻസുകളൊന്നും ഇല്ല. അത് വിറ്റ് തന്നെ പോകും. കാരണം വെച്ചാൽ നമ്മൾ ഈ തൊടുപുഴ, മൂവാറ്റുപുഴ, കോട്ടയം ഭാഗത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ 50 സെൻറ്റ് 5,000 സ്ക്വയർ ഫീറ്റ് വീടൊക്കെ 1.5 കോടി രൂപയ്ക്ക് കിട്ടും. ഇങ്ങനെ പണിതിട്ട് വേണ്ടാഞ്ഞിട്ട് കിടക്കുന്ന പ്രോപ്പർട്ടികളാണ്. ഇനി വേറെ കാര്യം ചോദിക്കുന്നത്, ഇപ്പോൾ പല ആൾക്കാരും ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത് അത് അറിയില്ല. ലോൺ എടുത്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. അതായത് ഇപ്പോൾ ഒരു ലോൺ എടുത്ത് 10% ലോൺ എടുക്കുന്നു. അത് ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് പോലുള്ള സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യും. അത് ശരിക്കും ശരിയായ ഒരു ലോകം മണ്ടത്തരവാ. അവർ ഭയങ്കര ആർത്തിയാണ്. കാരണം വെച്ചാൽ ഏത് പ്രൊഡക്റ്റാണ് സാറേ ഗ്യാരണ്ടീഡായിട്ട് 10% കൊടുക്കുന്ന പ്രൊഡക്റ്റ്? അത് ഒരുമാതിരി ആർത്തി, അത്രേ ഉള്ളൂ. അത് ഒരിക്കലും ചെയ്യരുത്. ലോൺ എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ അതൊക്കെ എന്താണ് ലോജിക്ക്?
10 ലക്ഷം രൂപ ലോൺ എടുത്തു കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ ഇൻട്രസ്റ്റ് വരും. ഈ 1 ലക്ഷത്തിന് മേളിൽ വന്നാൽ മാത്രമല്ലേ ഉള്ളൂ നമുക്ക് എന്തെങ്കിലും ഗെയിൻ കിട്ടുള്ളൂ. അതെ. അപ്പം അതും ഇല്ല ഇതും ഇല്ലാതായി പോകും. പ്രത്യേകിച്ച് ഈ ഗോൾഡ് ലോൺ വെച്ചിട്ടാണ് ആളുകളെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതൊന്നും ഒരു ലോജിക്കുള്ള കാര്യമല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് വേണൊരു പർട്ടിക്കുലർ മ്യൂച്വൽ ഫണ്ടിൽ 1 കോടി രൂപ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. എനിക്ക് അർജൻറ്റ് ഒരു 10 ലക്ഷം രൂപ വേണം. ഇത് തന്നെ നമുക്ക് പ്ലെഡ്ജ് ചെയ്തിട്ട് പൈസ എടുക്കാം. പക്ഷെ അത് ഒരു 2-3 മാസത്തിനുള്ളിൽ 10 ലക്ഷം വരുമെങ്കിൽ മാത്രമേ പ്ലെഡ്ജ് ചെയ്യുക, അല്ലെങ്കിൽ സെൽ ഓഫ് ചെയ്യുക. അത് സംഭവിക്കുന്ന ഇത്രേ ഉള്ളൂ സാറേ. ഈ ഞാൻ പറഞ്ഞില്ലേ, ഒരു വ്യക്തിയുടെ പൈസ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് മാത്രമായിട്ടിരിക്കുക. അത് പറയില്ല, ഡോണ്ട് പുട്ട് ഓൾ എഗ് ഇൻ വൺ ബാസ്ക്കറ്റ് എന്ന് പറഞ്ഞത്. ഒന്നിൽ റിയൽ എസ്റ്റേറ്റ്, അല്ലെ ഗോൾഡ്, അല്ലെ ഫിക്സ്ഡ് ഡിപ്പോസിറ്റ്. അതിൽ നിന്ന് കുറച്ച് മാറ്റി പലയിടത്ത് പറഞ്ഞാൽ 12 നമ്മൾക്ക് ഒരു പ്രോഡക്റ്റിൽ നിന്ന് 12% കിട്ടുന്നത് ആവറേജ് ഒരു 12% റിട്ടേൺ കിട്ടുന്ന രീതിയിൽ സെറ്റ് ഓഫ് ആക്കുക. 12% മതി. ഇപ്പോൾ സാറിന് ചിലരൊക്കെ 25%, 30% കൊടുക്കുന്ന ഇഷ്ടംപോലെ സ്കീമുകൾ കേരളത്തിലുണ്ട്. അപ്പം ഞങ്ങൾ തമാശ കേരളത്തിലെ മലയാളികളോട് സത്യം പറഞ്ഞാൽ ബിസിനസ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഈ അടുത്ത് ഇപ്പോൾ എന്താ പറയുക, അമേരിക്കയിൽ നിന്ന് ഒരു പ്രൊജക്ട് കാണിച്ചിട്ട് ഒരാൾ പറ്റിച്ചു പോയില്ല, 400 കോടി എന്തോ. സാറ് അതിനകത്ത് ഇട്ടിരിക്കുന്ന ആരാന്ന് വായിച്ചു നോക്കിയാൽ മതി. മിനിമം MA ഉള്ളവരാ. എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞേ, മലയാളികളെ പറ്റിക്കാനല്ലേ പോവാ. കുറച്ച് കയറ്റിങ് പറഞ്ഞാൽ 15% കിട്ടും, 18% കിട്ടും, പെട്ടെന്ന് ഇടും. അത് നമ്മൾ ഇതിനുപോലെ ഒത്തിരി പേര് കമൻറ്റ് ചെയ്യും. അത് കുഴപ്പം അങ്ങനെയല്ല, നമ്മളങ്ങനെ ആയിപ്പോയി. നമുക്ക് കുറഞ്ഞ റിട്ടേൺസുകളൊന്നും പറ്റില്ല. കഴിഞ്ഞ ദിവസം ലേഡി എന്നെ വിളിച്ചിട്ട് ഞാൻ ഷർട്ട് അടിയും ബിസിനസ് ചെയ്യാമെന്ന്. എനിക്കിന്ന് ചിരി വന്നു. ആ ജോലി വിട്ടിട്ട് ഡെയിലി ട്രേഡ് ചെയ്യുക. എന്നിട്ട് എനിക്ക് ടെൻഷൻ വരുമ്പോൾ ഞാൻ ലുലു മാളിൽ പോകുന്നു. പൈസ പോകുമ്പോൾ നമുക്ക് ദൈവം തന്നിട്ട് ഒരു പരിപാടിയുണ്ട്. നമ്മുടെ ഒരു പ്രൊഫഷണൽ ജോലി ചെയ്യുക, അതിൽ നല്ല എത്തിക്സ് ആയിട്ട് ജോലി ചെയ്യുക, അതിൽ എക്സ്ട്രാ ഇൻകം വേണം, എക്സ്ട്രാ ജോലി ചെയ്യുക, ഈ ഇൻവെസ്റ്റ് ചെയ്യുക. ഒരു 10-15 കൊല്ലത്തിനുള്ളിൽ മാക്സിമം കോർപ്പസ് ക്രിയേറ്റ് ചെയ്യുക, റിട്ടയർഡ് ആകുക. പിന്നെ അതിനകത്തൊരു 10% സ്വന്തം ഇഷ്ടത്തിന് എൻ്റർടൈൻമെൻറ്റുമായിട്ട് ചെയ്തു തുടങ്ങും. കാരണം മനുഷ്യൻ്റെ കാര്യം എപ്പോൾ പോകുന്ന അറിയത്തില്ല. കൂട്ടി വെച്ചിട്ട് എൻ്റർടൈൻമെൻറ്റ് പോകണ്ട. അതാത് മാസം എൻ്റർടൈൻ, ഫാമിലി ആയിട്ടെങ്കിൽ ഫാമിലി, സ്വന്തമായിട്ട്. ഞാൻ എപ്പോഴും പറയും, 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ 10,000 രൂപ മാറ്റി വെക്കുക. വർഷത്തിലൊരിക്കൽ ഫാമിലിയായിട്ട് എന്താണോ നിങ്ങളുടെ ഇൻട്രസ്റ്റ്, ആ ഇൻട്രസ്റ്റ് ചിലവാക്കിക്കൊള്ളുക. ദാറ്റ് ഇൻക്ലൂഡിങ് അത് ചാരിറ്റിയും ആകാം. കൂട്ടി വെച്ചിട്ട് 60ാമത്തെ വയസ്സിൽ ഞാൻ യൂറോപ്പ് പോകുന്ന കൊണ്ട് കാറില്ല, ചിലപ്പോൾ 59ാമത്തെ വയസ്സ് തട്ടിപ്പോകും. ഇത് റിയാലിറ്റിയിൽ ഞാൻ പറയുന്നതാണ്. അത് റിയലായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പക്കാ പ്ലാൻ ചെയ്യുക. ഒരു പ്ലാൻ ബുക്ക് എക്സാം എഴുതുന്നവരെല്ലാം കറക്റ്റ് പ്ലാനായി എഴുതി വെക്കുക. പിന്നെ ഇതിനകത്ത് എന്തുകൊണ്ട് ഏജന്റ് വേണമെന്ന് ഞാൻ പറയുന്നത് വെച്ചാൽ, നമ്മളിത് ഈ ഫാമിലിയിലൊന്നും ഡിസ്കസ് ചെയ്യത്തില്ല. നമ്മളെവിടെ ഇൻവെസ്റ്റ്മെന്റ്, കാരണം തിരുവല്ലയിൽ എന്ന പ്രദേശത്ത്, പത്തനംതിട്ട തിരുവല്ലയിൽ ഇവിടെ എങ്ങനെ ഒരു ബാങ്കിൻ്റെ ഇരിക്കുന്നത് 500 കോടിയാണ് അൺക്ലൈംഡ് ഫിക്സഡ് ഡിപ്പോസിറ്റ്. ഞാൻ പറയാം, നമ്മുടെ കേരളത്തിൽ ഒരു പർട്ടിക്കുലർ സ്ഥലത്തിലായ തിരുവല്ല, ആ പേപ്പർ കിടക്കുന്നത് 500 കോടി. ആരെന്നറിയില്ല. കേരളം ഇന്ത്യയിൽ ഏതാണ്ട് 80,000 1 ലക്ഷം കോടി രൂപ ഉണ്ട് അൺക്ലൈംഡ്. ഹാർഡേയും മണി പേരൻസിങ് പിശുക്കി വെച്ചിരുന്ന നോമിനി ഇല്ല. ഇത് എവിടെയാണെന്നറിയത്തില്ല, എന്താണെന്നറിയത്തില്ല. അതുകൊണ്ട് ഏജന്റ് ഉണ്ടെങ്കിൽ അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. തീർച്ചയായിട്ടും സാറ് പറഞ്ഞത് വളരെ കറക്റ്റാണ്. കാരണം എൻജോയ്മെന്റ് എന്ന് പറഞ്ഞ സാധനം, ഇപ്പം ഞാനായാലും ഇപ്പം ഇങ്ങനെ പറയുമെങ്കിലും ഞാനും ഇങ്ങനെ ടൂറൊക്കെ അത്യാവശ്യം പോകുന്ന ആളാണ്. എന്നാലും നമ്മൾ ഈ വെൽത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഓവർ സ്ട്രെയിൻ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്, വെൽത്ത് ഉണ്ടാവാനായിട്ട്. അപ്പോൾ ഈ എൻജോയ്മെന്റ് കൂടി കൂട്ടുമ്പോഴാണ് നമുക്കത് നന്നായി പോകുള്ളൂ. ഇപ്പോഴത്തെ എൻജോയ്മെന്റ് എന്ന് പറഞ്ഞാൽ നാളെ ലോകം അവസാനിക്കാൻ പോകുന്നവരാണ് ആളുകൾ ഫുഡ് കഴിക്കുന്നത്. രാത്രി 3 മണിക്കൊക്കെ മന്തി കഴിക്കുന്നുണ്ട്. എനിക്ക് നല്ല തടിയൊക്കെ ഉണ്ട് കേട്ടോ, അത് പറയാം കാര്യം. ഞാനൊന്നും സ്ലിം അല്ല. പക്ഷെ ഇപ്പോഴത്തെ ഒരു രീതിയാണ് ഫുഡ് അടിക്കുക. ഫുഡ് അടിക്കുന്നതൊക്കെയാണ് ഒത്തിരി പൈസ നമ്മുടെ നിന്ന് പോകുന്നത്. അതൊരു ഡിസിപ്ലിനായിട്ടുള്ള ആൾക്കാർ മാസത്തിൽ 1 പ്രാവശ്യം വെളിയിൽ പോയി ഫുഡ് അടിക്കുകയുള്ളൂ. വീട്ടിൽ നിന്ന് ചോറ് കൊണ്ടുവരും. അപ്പോൾ ആരോട് പറയുന്നുണ്ട്, ഈ ഒരു 30 വയസ്സുള്ള ഒരാൾ, ആദ്യം 30 വയസ്സുള്ള ഒരാൾ ഒരു ഫാമിലി 500 രൂപയ്ക്ക് കൂടുതൽ ചിലവാക്കരുത് ഒരു ദിവസം. ഓരോ മെത്തേഡുകൾ യൂട്ടിലൈസ് ചെയ്യുക. ഇത് സ്പെൻഡ് ചെയ്യുന്നത് തിങ്ക് ചെയ്താൽ മതി സാർ. ഒരു പേപ്പർ എടുത്ത് എഴുതുക. സാറ് തന്നെ നാളെ പോയിട്ട് വീട്ടിൽ പോയിട്ട് കഴിഞ്ഞ മാസം വരവും കഴിഞ്ഞ മാസം ചിലവ് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നിന്ന് പോകും. പിന്നെ ഇത് എവിടെ പോയെന്ന് അറിയത്തില്ല. മെയിൻ കാരണക്കാരനാണെന്ന് ചെയ്യുമോ, ഗൂഗിൾ പേയാ. ഇതുള്ളതുകൊണ്ട് നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. നമുക്ക് പ്രസ് ചെയ്താൽ പോലെ പൈസ കെട്ടിരിക്കലേ. അപ്പം അതൊരു രീതിയാണ്. പണ്ടൊക്കെ ഇങ്ങനെ എല്ലാവരും എഴുതി വെക്കുമായിരുന്നു, ഇങ്ങനെ നമ്മുടെ ചിലവരവും ചിലവൊക്കെ എല്ലാവരും. അപ്പം അതില്ല. അപ്പം അത് പല ആൾക്കാർക്കും ഇല്ല. സ്പെൻഡ് ചെയ്യുക, ബോറോ ചെയ്യുക, സ്പെൻഡ് ചെയ്യുക. എല്ലാവരും പറയില്ലേ, സാലറി കിട്ടി 25-ാം തീയതി ആകുമ്പോഴത്തേന് ഞാൻ 0 ആയി. അതങ്ങനെയല്ല. ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, സാലറി കിട്ടിക്കഴിഞ്ഞാൽ EMI പോയി 2 അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക.
ഒന്ന് EMIക്കും ഒന്ന് സേവിങ്സിനുള്ള അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. EMI നിങ്ങളുടെ ഫണ്ട് അവിടെ ട്രാൻസ്ഫർ ചെയ്യുക. പിന്നെ EMI പോലെ തന്നെ പണം സേവ് ചെയ്യുക. അത്രയും പൈസ മാറ്റി വെച്ചിട്ട് ബാക്കി, ഫോർ എക്സാമ്പിൾ 15,000 രൂപ ശമ്പളം കിട്ടുന്ന ഒരാൾ എത്രയാണ് 30% എന്ന് പറഞ്ഞാൽ 4,500 റുപ്പീസ് അദ്ദേഹത്തിന് മിനിമം സേവ് ചെയ്യാം. അത് വേറെ അക്കൗണ്ടിലേക്ക് മാറ്റുക. ബാക്കിയുള്ള പൈസ അദ്ദേഹത്തെ ശമ്പളമായിട്ടുള്ളതെന്ന് ചിന്തിച്ചാൽ മതി. ഓക്കെ, അങ്ങനെ ചെയ്യാമല്ലോ. സപ്പോസ് തികയുന്നില്ലെങ്കിൽ വൈകിട്ട് പോയിട്ട് വീണ്ടും ഒരു എക്സ്ട്രാ ജോലിക്ക് പോവുക. കാരണം അത് നമുക്ക് ആരോഗ്യമുള്ളപ്പോൾ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. 50ാമത്തെ വയസ്സിൽ പോയി ചെയ്യാൻ പറ്റുമോ? അതാണ് ഞാൻ പറഞ്ഞത്. നമുക്കിപ്പോൾ ബേസിക്കലി കേരളത്തിൽ 1000 രൂപ കിട്ടും. ഒരു 80% ആളുകൾക്ക് ജോലി ചെയ്യാനും പറ്റും, ഇല്ലേ? തീർച്ചയായിട്ടും പറ്റും, തീർച്ചയായിട്ടും. 20% എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുള്ളവരുള്ളൂ. 80% ആൾക്കും ജോലി ചെയ്യാം. അല്ലെങ്കിൽ എങ്ങനെ സാറേ ഡെയിലി അത്ര 70 ലക്ഷം ലോട്ടറി വിൽക്കുന്നത്? കേരളത്തിലാണ് 70 ലക്ഷം ലോട്ടറി ഒരു ദിവസം വിൽക്കുന്നുണ്ട് ഡെയിലി. അപ്പോൾ 70 ലക്ഷം ഇൻറ്റു 50 എന്ന് പറഞ്ഞാൽ 350 കോടിയാണ്. അപ്പോൾ 350 കോടി കണ്ട് ഡെയിലി എടുക്കുന്നില്ലേ? പൈസ ഇല്ലാഴിയല്ല. ഞാനൊരു തമാശയായിട്ട് പറയാറുണ്ട്, ലോട്ടറി എടുത്താലും ലോട്ടറി എടുത്തില്ലെങ്കിലും കോടീശ്വരനാകും. ഈ ലോട്ടറിക്കെല്ലാം 1 കോടി രൂപ എന്ന പ്രൈസ് 67 ലക്ഷം രൂപ കിട്ടും. അതായത് ഒരു നമ്മുടെയൊക്കെ ബിസിനസ് നമ്മൾ പറയുന്നത് 80% ബിസിനസ് ഈസ് കമ്മിങ് ഫ്രം 20% പീപ്പിൾ. ഇതുപോലെ ലോട്ടറിയിലും 80% ലോട്ടറി എടുക്കുന്ന 20% ആൾക്കാരാണ്. ആ ലാസ്റ്റ് 4 ഡിജിറ്റിന് വേണ്ടി 6 ലോട്ടറി 12 ലോട്ടറി. അതെന്തിനാ അങ്ങനെ എടുക്കുന്നത്? ഒരു ലോട്ടറി എടുത്താൽ പോലെ ബാക്കി 5 ലോട്ടറിയുടെ പൈസ എവിടെയെങ്കിലും RD-യിലിട്. അപ്പോൾ സപ്പോസ് 30 കൊല്ലം കഴിയുമ്പോൾ 1 കോടി അടിച്ചില്ലെങ്കിൽ ഈ RD കിടക്കുന്ന പൈസ 1 കോടി ആകില്ലേ? ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, എന്തിനാണ് ആൾക്കാർ 6 ലോട്ടറിയും 12 ലോട്ടറി എടുക്കുന്നത്? ഈ ലാസ്റ്റ് 4 ഡിജിറ്റിന്റെ 5,000 രൂപ കിട്ടാൻ വേണ്ടി എല്ലാ ദിവസവും ലോട്ടറി എടുക്കുക. അതൊരു ഹാബിറ്റാണ്. അതായത് നമുക്കൊരു ഗാംബ്ലിംഗ് മൈൻഡാണ് ശരിക്കും ലോട്ടറി എന്ന് പറയുന്നത്. പിന്നെ ചില ആൾക്കാർ വന്നിട്ട് ഭയങ്കര അയ്യോഭാവം വയ്ക്കുമ്പോൾ ചില ആൾക്കാർ എടുക്കുന്നല്ലാതെ. അത് കുഴപ്പമില്ല സാർ, ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എല്ലാ ദിവസവും 1 ലോട്ടറി എടുത്തു. ബാക്കിയുള്ള 5 ലോട്ടറിയുടെയോ 11 ലോട്ടറിയുടെ പൈസ അന്ന് തന്നെ കൊണ്ട് ബാങ്കിൽ RD ഇടുക. ഒന്നീ ലോട്ടറി അടിക്കും, അടിച്ചില്ലെങ്കിൽ നമ്മൾ 30 കൊല്ലം കഴിയുമ്പോൾ ഇവിടെ കാരണം ദിവസം വീഡിയോ കണ്ടില്ലേ, ഒരാൾ എത്രയോ ലക്ഷങ്ങളുടെ ലോട്ടറി എടുത്ത് വെച്ചിരിക്കുന്നത്, കീറിക്കളയാൻ വെച്ചിരിക്കുന്നത്. പൈസ ഇല്ലാഞ്ഞിട്ടല്ല, മൈൻഡ് സെറ്റ് ചേഞ്ച് ആണ്. മൈൻഡ് സെറ്റ് ചേഞ്ച് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ അങ്ങനെയുള്ളൊരു, ഞാൻ തമാശയായിട്ട് പറയും, കുറച്ച് പിശുക്കന്മാരോട് ജീവിച്ചാൽ മതി. പിശുക്കന്മാരുണ്ടല്ലോ, അവന്മാരോട് ജീവിച്ചാൽ മതി. നമുക്കും പിശുക്ക് വരും, നമ്മളും കുറച്ച് ജെന്യുവിനായിട്ട് പോകും. അത് അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ചിട്ടി ചേരും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾ ചിട്ടി ചേർന്ന് കഴിഞ്ഞാൽ 4% പലിശ കിട്ടുള്ളൂ. ചിട്ടിയിലൊന്നും ആവശ്യമില്ലെങ്കിൽ ചേരണ്ട. ചിട്ടി നല്ലതാണ് ഹൗസിംഗ് ലോണിന് സെറ്റ് ഓഫ് ചെയ്യാൻ. ഒരു ഇൻവെസ്റ്റ്മെന്റ് രീതി എന്ന് പറഞ്ഞാൽ ചിട്ടി ഒരിക്കലും. ചിട്ടി ഇപ്പോൾ കേരളത്തിൽ കോമൺ ആയിട്ടുള്ള ഒരു ആയുധമുള്ളൂ ചിട്ടി എന്ന് പറയുന്നത്. ചിട്ടി മോശം, ഒന്നും ഇല്ലെങ്കിലും ചിട്ടി ബെസ്റ്റ്. ഓക്കെ ഓക്കെ. ഒരാൾ ഒന്നും സേവ് ചെയ്തില്ലെങ്കിലും ചിട്ടി ഈസ് ബെറ്റർ. 10 ഇയേഴ്സിന് 100 മന്ത്സിന് ചിട്ടിയൊക്കെ ഉണ്ട് KSF-യില്. കുഴപ്പമൊന്നുമില്ല, 4% കിട്ടുകയുള്ളതേ ഉള്ളൂ. അവിടെ ഇടുന്ന ഇപ്പം നമുക്കും ചിട്ടിയുണ്ട്. 4% കിട്ടുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇരിക്കുന്നത്. നമുക്ക് ഇൻഷുറൻസ് ഉണ്ട്. 5% കിട്ടുമെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ ഇടുന്നത്. നമുക്ക് യുലിപ്പ് ഉണ്ട്, നമുക്ക് ഗോൾഡ് ഉണ്ട്, നമുക്ക് മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്, ഡയറക്റ്റ് ഇക്വിറ്റി ഉണ്ട്, എല്ലാം വേണം. പക്ഷെ ഇതിന് സംഭവം എന്ന് വെച്ചാൽ ഈ ഡെയിലി വേജുകാർക്ക് ഇത് ചെയ്യാൻ പറ്റും എന്നുള്ള കോൺസെപ്റ്റ് മനസ്സിലാക്കിയിരിക്കുക. കാരണം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു ഷെയർ മേടിക്കണമെങ്കിൽ 1000 രൂപയുള്ളൂ. ഒരു മാസം 100 രൂപ വെച്ച് വെച്ചിരുന്ന ഡെയിലി 100 രൂപ സേവ് ചെയ്യാവുന്ന ആൾക്ക് ആവറേജ് 1000 രൂപ വെച്ച് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 2 ഷെയർ മേടിക്കുക ഓരോ മാസവും. അത്യാവശ്യം ഒരു ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത്. ഞാൻ പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതൊരിക്കലും പൊളിഞ്ഞു പോകില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇപ്പൊ ഒന്നും ഇല്ലെങ്കിലും നിനക്ക് എവിടെയാണോ അക്കൗണ്ട് ആ ബാങ്കിന്റെ സ്റ്റോക്ക് മേടിയേ. ഇപ്പൊ ഫെഡറൽ ബാങ്ക് 300 രൂപയാണ് വില, ഇന്നലത്തെ വില 300 രൂപ കയറിപ്പോയി. അപ്പം 5 വർഷം മുമ്പ് 50 രൂപയിലേക്ക് വന്നവരുള്ളായിരുന്നു. അപ്പം ഈ പറയുന്ന വ്യക്തി 100 രൂപ സേവ് ചെയ്യാമെങ്കിൽ ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ട് എങ്കിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ മാസം ഇപ്പോഴത്തെ ആവറേജ് പ്രൈസ് വെച്ച് 3000 രൂപ, 2500 രൂപ. 2500 രൂപ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ആവറേജ് ഒരു 8-9 ഷെയർ മേടിക്കത്തില്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ അതിന് ഒരു കൊല്ലം ആകുമ്പോൾ 100 ഷെയർ ആയില്ലേ? അത് എത്ര റിസ്ക് ഉണ്ട്. ഞാൻ അഡ്വൈസ് ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞു നമ്മളാ ബാങ്കിനെ വിശ്വസിച്ചാണല്ലോ പൈസ വിടുന്നത്. അല്ല, സാധാരണക്കാരുടെ അടുത്തേക്ക് എത്തുന്നില്ല ഇങ്ങനെയുള്ള പരിപാടി. ചില ഒത്തിരി വിദ്യാഭ്യാസമുള്ള ആൾക്കാർ ആരെങ്കിലും വഴി അറിഞ്ഞ ആൾക്കാർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഭൂരിഭാഗം ആൾക്കാരും ഇങ്ങനെ ഒരു നമുക്ക് സേവ് ചെയ്യാമെന്നും ഇങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഭാവിയിൽ കരുതി ജീവിക്കാമെന്ന് അറിയില്ല ഈ സാധാരണക്കാരെ. അതിന് മൈൻഡ് സെറ്റിൽ ഒന്ന് മാത്രം കൊണ്ടുവന്നാൽ മതി. ഞാൻ 50 വയസ്സ് കഴിഞ്ഞ് എങ്ങനെ ജീവിക്കുന്ന ചിന്ത മനസ്സിൽ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് സേവ് ചെയ്യും. അല്ല 60 വയസ്സ് കഴിഞ്ഞ് ഞാൻ എങ്ങനെ ജീവിക്കും? ഇപ്പോഴത്തെ മോഡേൺ മെഡിസിൻ അനുസരിച്ച് ഒരു
190-95 വരെ ഓടും വണ്ടി. ഒരു 20% പ്രീമച്വർ ഡെത്ത് ഒക്കെ വരുള്ളൂ. അത്രയൊന്നും വരില്ല, 5-10%. ബാക്കി 90% ആളുകളും ഒരു 85-90 ഓടും. എങ്ങനെ ജീവിക്കും? ഇപ്പം ഇങ്ങനെ സാറ് ഈ ഒരു സെക്ടർ, സാറ് ഒരു ഫിനാൻഷ്യൽ സർവീസ് ചെയ്യുന്ന ആളാണല്ലോ. ഇപ്പം ഈ സാധാരണക്കാർ, ഇപ്പം സാറിൻ്റെ ക്ലയൻസ് എന്ന് പറയുന്നത് അത്യാവശ്യം പ്രീമിയം, എബോവ് പ്രീമിയം ആൾക്കാരാണ്. ഇപ്പം ഈ സാധാരണക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഞാൻ പറയണ്ടേ, ഡെയിലി പേ ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ ഓഫീസിൽ വന്നാൽ മതി, നമ്മൾ ചെയ്ത് കൊടുക്കും. നമ്മൾ അങ്ങോട്ട് പോയി ചെയ്ത് കൊടുക്കില്ല, കാരണം നമുക്ക് വർക്കൗട്ട് ആകത്തില്ല. ഞാൻ മാത്രമല്ലല്ലോ സാറേ, ഇന്ത്യയിൽ ഏകദേശം 3-3.5 ലക്ഷം ഏജന്റുമാരുണ്ട് ഈ ഫൈനാൻഷ്യൽ സർവീസിൽ. അവരെ ആരെങ്കിലും കോൺടാക്ട് ചെയ്താൽ മതി. അവർ തരുന്ന പ്രൊഡക്റ്റ് ജെന്യൂൻ ആണോ അല്ലയെന്ന് മാത്രം നമുക്ക് റിസർച്ച് ചെയ്യുമ്പോൾ ChatGPT ഉണ്ട്, ഗൂഗിൾ ഉണ്ട്, എല്ലാവരും ചോദിക്കത്തില്ലേ? ആരെങ്കിലും ഒരാൾ, ജോൺസി എന്നുള്ള കോൺസെപ്റ്റിൽ ആരെങ്കിലും ഒരാളുമായിട്ട് റിലേഷൻഷിപ്പ് എപ്പോഴും ബിൽഡ് ചെയ്ത് വെക്കുക. ഇപ്പം ഞങ്ങളുടെയൊക്കെ ഗുണമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സാറിന് ഞാൻ ഒരു പ്രൊഡക്റ്റ് സജസ്റ്റ് ചെയ്ത് സാർ എടുത്തു കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് മോശമാണെന്ന് സാർ എന്നോട് പറഞ്ഞാൽ പിന്നെ സാറിൻ്റെ മുഖത്ത് എങ്ങനെ നോക്കും? അങ്ങനെയായിരിക്കും 99% ഏജന്റുമാരെ. കാരണം നമ്മൾ ഫോൺ ചെയ്താൽ സാറ് ഫോൺ എടുക്കും, ജോൺസി തന്നു മോശമായി പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു, നമ്മുടെ സാറിന് മുമ്പിൽ ഒരു മോശപ്പെട്ടവനായില്ലേ? അതുകൊണ്ട് ഞങ്ങളെപ്പോലുള്ള ഏജന്റുമാർ എപ്പോഴും ഏത് പ്രൊഡക്റ്റ് തന്നാലും അത് സാറിന് സൂട്ടബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് തരുള്ളൂ. അതാണ് എൻ്റെ ഇമ്പോർട്ടൻറ്റ് മനസ്സിലാക്കണം. അതായത് സാറിന് ഇടുന്നത് ഷർട്ട് 42 ആണെങ്കിൽ നമ്മൾ 42 തന്നെ സ്റ്റിച്ച് ചെയ്ത് തരും. അങ്ങനെയുള്ളവരെ കണ്ടുപിടിക്കുക. ഈ ലോൺ എടുക്കുന്നൊന്നും പ്രശ്നമില്ല, എല്ലാം ഒരു അണ്ടർ കൺട്രോളിലായിരിക്കും. സാറേ, നമ്മളിപ്പോൾ എത്ര നേരം സംസാരിച്ചു? ഇനി ഞാൻ എന്തെങ്കിലും കൺവേ ചെയ്യേണ്ടതുണ്ടോ? മറ്റ് ഞാൻ ചോദിക്കാതെ വിട്ടുപോയ കാര്യങ്ങൾ സാറിന് എന്തെങ്കിലും കൺവേ? ഒന്നുമില്ല. സാറിൻ്റെ വ്യൂവേഴ്സിനോട് എൻ്റെ ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ, 30% സേവ് ചെയ്യുക, 30% ലോൺ അടയ്ക്കുക, 30% ഗ്രോസറി, 10% എൻ്റർടൈൻമെൻറ്റ്. ഈ 30%-ൽ ഏജ് -100, അത്രയും പെർസെൻറ്റേജ് നിങ്ങൾ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഇക്വിറ്റി എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ഗ്യാരണ്ടി റിട്ടേൺ തരുന്ന ഒരു പ്രൊഡക്റ്റ് അല്ലെന്ന് ആദ്യമേ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. ലോങ് ടേമിൽ 12-15% റിട്ടേൺ കിട്ടും. അത് കിട്ടുന്നതുകൊണ്ട് നിങ്ങളുടെ ഓവറോൾ വെൽത്ത് നല്ല രീതിയിൽ കൂടും. കോമ്പൗണ്ടിങ് ഫാക്ടർ മനസ്സിലാക്കിയിട്ട് ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തെ വിശ്വസിക്കുക. ഇന്ത്യ എന്ന രാജ്യം നമ്മൾ കാണുന്നതാണ്, ഡെയിലി മുന്നോട്ട് തന്നെ പോകുന്നത്. ആ രാജ്യം വികസിക്കുന്ന പറഞ്ഞാൽ എല്ലാ കമ്പനികളും വളരുന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ കമ്പനികളിലാണ്. അപ്പോൾ അതും അത്രയും കാര്യം മനസ്സിലാക്കിയാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് EMI ഇല്ലെങ്കിൽ ആ 30-60% സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് പഠിക്കുക. അതാരെങ്കിലും ഒരു ഏജൻറ്റ് അല്ലെ കൺസൾട്ടൻറ്റ് അല്ലെ വെൽത്ത് മാനേജർ അല്ല അഡ്വൈസർ, ഇങ്ങനെ ഒരാളെ കണ്ടുപിടിച്ചിട്ട് അവരുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് അവർ ജെന്യൂൻ ആണെന്ന് ആദ്യം അന്വേഷിക്കുക. എന്നിട്ട് അവരോട് ചേർന്ന് നിന്ന് ലൈഫ് ലോങ് അവരെ ഫാമിലി മെമ്പറായിട്ട് കൂട്ടി മുന്നോട്ട് പോയാൽ മതി. ഞാൻ എഴുതി തരാം സാറിന്, 15 വർഷം മുമ്പ് റിട്ടയർഡ് ആകാം വിത്ത് ഹാപ്പി മൈൻഡിൽ. പൈസ ഇല്ലെങ്കിൽ ഒരു വിലയില്ലെന്നുള്ള കാര്യവും മനസ്സിലാക്കിക്കൊള്ളുക. അത്രേ ഉള്ളൂ, അതിന് വേറെ ഒന്നുമില്ല. സ്വന്തമായിട്ട് ഒന്നും ചെയ്യാതിരിക്കുക. ഞാൻ പറയാറുണ്ട്, ഒരു പനി വന്നാൽ ഡോളോ മേടിക്കാം. ആ പനി 3 ദിവസം കഴിഞ്ഞ് പോയില്ലല്ലോ, വീണ്ടും ഡോളോ കഴിക്കുമോ? ഡോക്ടറെ കാണാൻ പോകും. തീർച്ചയായിട്ടും. അതുപോലെ നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തു. നിങ്ങൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ, റിട്ടയർമെൻറ്റ് പ്ലാനിങ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒരു ഗോൾ ബേസ് സെറ്റ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അത് ആരാണ് നിങ്ങളുടെ ഏജൻറ് എന്നുള്ളതല്ല, ഗോൾ സെറ്റ് ചെയ്യുക. എനിക്ക് 60 വയസ്സാകുമ്പോൾ 50 വയസ്സിന് ഇത്ര രൂപ വേണം. സാറിൻ്റെ വ്യൂവേഴ്സ് എല്ലാം ഇത് പറയാം. ഈ ഇന്നത്തെ ചിന്ത ഇതായിരിക്കും. തീർച്ചയായിട്ടും വാല്യുബിൾ ആയിട്ടുള്ളൊരു പൈസയാണ്. ലോൺ എടുക്കുന്ന ഒന്നും തെറ്റില്ല. പിന്നെ ലക്ഷറി ലൈഫിന് പോകുമ്പോൾ ലക്ഷറി ആയിട്ട് ഏത് സാധനം മേടിച്ചാൽ കയ്യിലുള്ള വെൽത്തിൻ്റെ 10% ലക്ഷറി ആയിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ. അത് 1 കോടി രൂപ കയ്യിലുണ്ടെങ്കിൽ 10 ലക്ഷം രൂപയുടെ വണ്ടി മേടിക്കാം. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. ഇപ്പോൾ കേരളത്തിൽ നേരെ തിരിച്ചാണ്. 10 ലക്ഷം രൂപ കയ്യുണ്ടെങ്കിൽ 1 കോടി രൂപ വണ്ടി മേടിക്കും. ആ രീതിക്ക് മാറ്റിയിട്ട് കുറച്ച് എന്താ പറഞ്ഞേ, ആരെ മുറുക്കി അങ്ങ് ജീവിക്കുക 10-15 കൊല്ലം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടിച്ചു പൊളിക്ക് ജീവിക്കാം. അപ്പോൾ സാറേ, എന്തായാലും ഇത് നല്ലൊരു സെക്ഷനായിരുന്നു. മാറട്ടെ. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഒരുപാട് ആൾക്കാർക്ക് ഇത് ഗുണം കിട്ടും. അപ്പോൾ നമുക്ക് ഇരിക്കാം. നമുക്ക് 1 by 1 ആയിട്ട് പിന്നെ ചെയ്യാം. നമുക്ക് ഒരു ദിവസം കഴിഞ്ഞിട്ട് ആളുകളുടെ റെസ്പോൺസ് കണ്ടിട്ട് 1 by 1 പ്രോഡക്റ്റ് ആയിട്ട് എന്തായാലും സാറിന് ഇതിന് എനിക്കൊരു വരും, ഞങ്ങളുടെ വ്യൂവേഴ്സും മറ്റുള്ളത് വരുമ്പോൾ സാറിന് എനിക്കൊരു വരും. സാറ് തീർച്ചയായിട്ടും കുഴപ്പമൊന്നുമില്ല. നമ്മൾ എൻക്വയറി അല്ല, നമ്മുടെ ഒരു ആഗ്രഹമാണ് ജനങ്ങൾ നല്ലതായിട്ട് പോകണം. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എല്ലാവരും നാഷണൽ പെൻഷൻ സ്കീം എടുക്കുക. അത് ഞാൻ ചെയ്തു തരത്തില്ല, ഞങ്ങൾക്ക് ഏജൻസി ഒന്നുമില്ല. നിങ്ങളുടെ വെബ്സൈറ്റിൽ, ബാങ്കിൻ്റെ വെബ്സൈറ്റിൽ പോയി അവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് നാഷണൽ പെൻഷൻ സ്കീം എന്ന്, അതിൽ ചേരുക. അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ നേരിട്ട് വിളിച്ചാൽ ഞാൻ പറഞ്ഞുതരാം.
പക്ഷെ അത് എനിക്ക് ചെയ്തു തരാനുള്ള ഓപ്ഷൻ ഇല്ല. കാരണം ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ ചെയ്യാം. പിന്നെ NBS, ഹെൽത്ത് ഇൻഷുറൻസ്, ടേം ഇൻഷുറൻസ്, ക്യാൻസർ കെയർ പോളിസി, ഇത്രയും 4 എടുക്കുക, ഇൻവെസ്റ്റ് ചെയ്യുക. സാറിൻ്റെ വ്യൂവേഴ്സിനോട് എല്ലാവരോടും ഒരു റിക്വസ്റ്റ് ആണ്. അപ്പോൾ ആര് വഴി വേണമെങ്കിലും എടുത്തു. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു സാർ.